സുഹൃത്തുക്കളെ, ഒരു പുതിയ വീഡിയോ ചെയ്യാൻ തുടങ്ങുന്നത് എപ്പോഴും വളരെ ഉത്സാഹപൂർവ്വമാണ്. പക്ഷേ ഇന്നത്തെ ഈ റിഡക്റ്റീവ് ഗ്രൂപ്പിനുള്ള മറുപടിയുടെ മൂന്നാം ഭാഗം പറയാനായി ഇരിക്കുമ്പോൾ വലിയ ഉത്സാഹമൊന്നും ഇല്ലാതെയാണ് ഞാൻ വാസ്തവത്തിൽ തുടങ്ങുന്നത്. പല കാരണങ്ങൾ കൊണ്ടാണ്. ഒന്നാമത്, പരസ്പരം അറിയാനും അറിയിക്കാനും എന്ന സ്പിരിറ്റിലല്ല ഈ സംവാദം മുന്നോട്ട് പോകുന്നത് എന്ന ബോധ്യം എനിക്കുണ്ട്. അതാണ് ഇത് പറയാനുള്ള ഉത്സാഹം കെടുത്തുന്ന ഒരു കാര്യം. റിഡക്റ്റീവ് ഗ്രൂപ്പുകാർ മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ വഴി തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രവും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയവും വളരെ സജീവമായി ആക്റ്റീവായി പ്രചരിപ്പിക്കുക എന്നതാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം. ഇതൊരു ആരോപണമായിട്ട് ഞാൻ ഉന്നയിക്കുന്നതല്ല, അവർ തന്നെ പരസ്യമായി ക്ലെയിം ചെയ്യുന്നൊരു കാര്യമാണ്. പക്ഷെ റിഡക്റ്റീവ് വെക്കുന്ന കമ്മ്യൂണിസം എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഇതുവരെ നിങ്ങൾ ചെയ്തിട്ടില്ല അല്ലേ? പ്ലാനിങ് ടു ഡു ദാറ്റ്? പ്ലാൻ ചെയ്യുന്നുണ്ട്. റിഡക്റ്റീവ് വെക്കുന്ന കമ്മ്യൂണിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കമ്മ്യൂണിസം ഇല്ല. കമ്മ്യൂണിസം ആണ് ഞങ്ങൾ വെക്കുന്നത്. അല്ല, അപ്പൊ ഒരു ട്രൂ കമ്മ്യൂണിസം ഇതുവരെ വേൾഡിൽ വന്നിട്ടുണ്ടോ? ലൈക്ക് ഒരുപാട് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കൂടുതൽ മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്ര ദൃഢതയിലേക്കാണ് റിഡക്റ്റീവ് ഗ്രൂപ്പ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കൃത്യമായിട്ട് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് മൗലികവാദത്തിലാണ് അവർ എത്തി നിൽക്കുന്നത് എന്ന് പറയാം. ഈ മൗലികവാദം എന്നത് കൃത്യമായൊരു വിവക്ഷയിലാണ് ഞാനിവിടെ പ്രയോഗിക്കുന്നത്. ഫണ്ടമെൻ്റലിസം എന്ന അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത്. പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിത്തറയിൽ, അതിൻ്റെ വേരിലാണ് മൗലികവാദത്തിൻ്റെ ഊന്നൽ. ലവലേശം പോലും വിമർശനാത്മകമായ ഒരു സമീപനം ഈ മൗലികവാദത്തിലില്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. തുല്യത, ഈക്വാളിറ്റി എന്നുള്ളത് പൊതുവേ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ നിലപാടാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ഇക്വാളിറ്റി ഓഫ് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ഉള്ളതായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട് നമുക്കറിയാം. പക്ഷേ ഈ മൗലികവാദ മാർക്സിസ്റ്റുകൾ പറയുക തുല്യത എന്നത് ഒരു മാർക്സിസ്റ്റിൻ്റെ ലക്ഷ്യമല്ല എന്നാണ്. അതിനൊക്കെ കൃത്യമായിട്ടുള്ള പ്രത്യയശാസ്ത്ര പ്രമാണങ്ങളുണ്ട്. 1875 മാർക്സ് എഴുതിയ ക്രിട്ടിക് ഓഫ് ഗോഥ പ്രോഗ്രാം എന്ന ഗ്രന്ഥമാണ് അതിനുള്ള പ്രമാണ ഗ്രന്ഥം എന്നാണ് പറയുന്നത്. ഈ ഒരു ക്ലിപ്പ് കണ്ടു നോക്കുക. അല്ല, ഇത് ക്രിട്ടിക് ഓഫ് ഗോഥ പ്രോഗ്രാമിൽ മാർക്സ് ഈ പോയിന്റ് അഡ്രസ് ചെയ്യുന്നുണ്ട്. ഇക്വാലിറ്റി ഒരു പൊളിറ്റിക്കൽ ഗോളായി എന്തുകൊണ്ട് നമ്മൾ സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളത്. അതായത് ഇക്വാലിറ്റി പൊളിറ്റിക് ഗോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്സ് വി ക്യാൻ വർക്ക് ടുവേർഡ്സ് ആയിരിക്കണം എന്നുള്ളതാണ് അതിനകത്ത് ബേസിക്കലി ഇപ്പോൾ പറയുന്നത്. ഇക്വാലിറ്റി എന്ന് പറയുന്നത് വി ആർ നോട്ട് ഏബിൾ ടു ഡിവൈസ് എ സ്ട്രാറ്റജി ടു അച്ചീവ് ഇക്വാലിറ്റി. ഇക്വാലിറ്റി ഇല്ലാതാക്കുന്ന പ്രോബ്ലം എന്താണ്? യു ഹാവ് ടു ഐഡന്റിഫൈ ദാറ്റ് പ്രോബ്ലം ആൻഡ് ദാറ്റ് ഷുഡ് ബി യുവർ ഗോൾ. അതാണ് ഈ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പം അതാണ് ബേസിക്കലി പുള്ളി അതിനകത്ത് പറയുന്നൊരു പോയിന്റ്. അതൊന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് അത് മനസ്സിലാക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഞാനിതൊന്നും ഒരു കുറ്റമായിട്ട് പറയുന്നതല്ല, എൻ്റെ നിരീക്ഷണം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവരായി, അവരുടെ പാടായി. ആവേശം സിനിമയിൽ രംഗണ്ണം പറഞ്ഞതുപോലെ നന്നായി വാ എന്ന് മാത്രമേ ഈ മാർക്സാവേശിത യുവാക്കളോട് എനിക്ക് പറയാനുള്ളൂ. ഏതായാലും റിഡക്റ്റീവിൻ്റെ വഴി മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പ്രത്യയശാസ്ത്രവും രാഷ്ട്രീയവുമാണ്. ഞാനാണെങ്കിൽ കഴിഞ്ഞ 14 വർഷമായി മാർക്സിസം ഒരു അന്ധവിശ്വാസമാണ് എന്ന് പരസ്യമായി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു യുക്തിവാദിയാണ്. അതുകൊണ്ട് എനിക്ക് ഇവരുടെ ഈ പുതിയ വഴിയെക്കുറിച്ച് യാതൊരു മതിപ്പുമില്ല എന്ന് മാത്രമല്ല, എതിർപ്പുണ്ട് താനും. മറുഭാഗത്ത് ഞാൻ പിന്തുടരുന്ന വഴിയോട് റിഡക്റ്റീവിനുള്ളതും എതിർപ്പും വിയോജിപ്പും മാത്രമാണ്. അതിന് പുറമെ അവരുടെ ഈ ഡോക്കിൻസ് ബാധ എന്ന വീഡിയോയെ കുറിച്ചിട്ട് ഞാൻ ഇതുവരെ പറഞ്ഞ പ്രതികരണങ്ങളെക്കുറിച്ച് 2 പ്രതികരണങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, അതിനെക്കുറിച്ചും അവർക്ക് വളരെ മോശം അഭിപ്രായമാണുള്ളത്. നിരാശാജനകമായ പ്രതികരണം, അലസമായ പ്രതികരണം, വെറുതെ കുറേ അപ്രസക്തമായ ചരിത്രം പറയുന്നു, തീർത്തും അപക്വവും അബദ്ധപരവുമായിട്ടുള്ള വീഡിയോ. ഇതൊക്കെയാണ് എൻ്റെ ഇതുവരെയുള്ള പ്രതികരണങ്ങളെ കുറിച്ചിട്ട് റിഡക്റ്റീവ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ തീർത്തും അവാസ്തവമായ രീതിയിൽ എൻ്റെ നിലപാടുകളെ അവർ ചിത്രീകരിക്കുന്നുണ്ട്. ഒരൊറ്റ ഉദാഹരണം പറയാം.
ഞാൻ സഹോദരൻ അയ്യപ്പൻ്റെയും മഹാത്മാ ഫൂലെയുടെയും മധ്യത്തിൽ കൊണ്ടുവന്ന് ഡോക്കിൻസിനെ പ്രതിഷ്ഠിക്കാനാണ് ശ്രമിക്കുന്നത് എന്നൊരു ആരോപണം സത്യവുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു ആരോപണമാണ്. എൻ്റെ 2 മറുപടി വീഡിയോകളിലും ഡോക്കിൻസിനെ പിന്തുണച്ചുകൊണ്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഉദാഹരണമായിട്ടൊന്ന് പറഞ്ഞു തന്നല്ലോ കേട്ടോ. ചുരുക്കി പറഞ്ഞാൽ പരസ്പരം അറിയാനും അറിയിക്കാനും ഒന്നുമില്ലാത്ത നിലയിലാണ് ഞാനും റിഡക്റ്റീവ് ഗ്രൂപ്പിനും തമ്മിലുള്ള ഇപ്പോഴത്തെ നില. അതാണ് ഈ മറുപടിയുടെ 3-ാം ഭാഗം തുടങ്ങുന്നത് ഉത്സാഹപൂർവമല്ല എന്നതിൻ്റെ ആദ്യത്തെ കാരണം. 2ാമത്തെ കാരണം പറയാം. കേരള പൊതുമണ്ഡലത്തിൽ ഇടപെടുന്ന താരതമ്യേന ചെറിയ 2 എൻറ്റിറ്റികളാണ് ഞാനും റിഡക്റ്റീവ് ഗ്രൂപ്പും. അതാണ് 2ാമത്തെ ഒരു വിഷയം. ഞാനൊരു ഒറ്റ വ്യക്തിയാണ്, റിഡക്റ്റീവ് ഒരു കൂട്ടായ്മയാണ്. ആ നിലക്ക് എന്നെക്കാൾ ബൗദ്ധികവും ഭൗതികവുമായ വിഭവശേഷി അവർക്കുണ്ട്. എങ്കിൽ പോലും ഞങ്ങൾ 2 പേരും താരതമ്യേന ചെറിയ കക്ഷികളാണ്. വലിയ സംഘടനാ ബലവും സാമ്പത്തിക ബലവും വലിയ വ്യൂവർഷിപ്പും ഇതൊക്കെയുള്ള കുറേ സംഘപരിവാർ വൈതാളികരാണ് ഇന്ന് പൊതുമണ്ഡലത്തിൽ ഇടപെടുന്ന ഏറ്റവും പ്രമുഖ കളിക്കാർ. ഈ രാജ്യത്തെ അപ്പാടെ ഒരു ഹിന്ദു പാകിസ്ഥാനാക്കി ഇരുട്ടിലേക്കും നാശത്തിലേക്കും വലിച്ചു കൊണ്ടുപോകുന്ന സംഘപരിവാർ വാഴ്ചയെ തിരിച്ചറിയുകയും ഒരു വാക്കുകൊണ്ടെങ്കിലും അതിനെ എതിർക്കുകയും ചെയ്യുന്ന ഓരോ ആളും ഓരോ കൂട്ടായ്മയും അവരുടെ സർവ്വശക്തിയും ഹിന്ദുത്വ ശക്തികളെ എതിർക്കാൻ ഉപയോഗിക്കേണ്ട കാലമാണ് 2014 ആരംഭിച്ചിട്ടുള്ളത്. നമ്മൾ പരസ്പരമുള്ള എതിർപ്പുകളും വിമർശനങ്ങളുമായിട്ട് കഴിഞ്ഞുകൂടുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഏറ്റവും വലിയ ഭീഷണിയായ സംഘപരിവാറിനെതിരെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക എന്നതാണ്. അതുകൊണ്ട് ഒരു 100,000 അഭിപ്രായ വ്യത്യാസമുള്ളപ്പോഴും സംഘപരിവാർ വിരുദ്ധർ എന്ന പൊതു നിലപാട് ഷെയർ ചെയ്യുന്ന ഒരു ഗ്രൂപ്പിൻ്റെ നിലപാടുകളെ വിമർശിക്കാൻ തുടങ്ങുമ്പോൾ സ്വാഭാവികമായും എനിക്കതിൽ ഉത്സാഹം തോന്നുന്നില്ല. ഇതാണ് 2ാമത്തെ കാരണം. ഇതൊക്കെ ആണെങ്കിലും ഈ വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിയുമുണ്ട്. കാരണം യുക്തിവാദം സ്വതന്ത്ര ചിന്ത എന്ന ഈ സാമൂഹ്യ പ്രവർത്തന വഴിയെ തന്നെ അപ്പാടെ റദ്ദാക്കിക്കൊണ്ടുള്ള വിമർശനങ്ങളാണ് റിഡക്റ്റീവ് ഗ്രൂപ്പ് ഉന്നയിച്ചിട്ടുള്ളത്. എൻ്റെ കാഴ്ചപ്പാടിൽ യുക്തിവാദ പ്രവർത്തനം എന്നത് ജനങ്ങളുടെ ചിന്താരീതിയെ മാറ്റാൻ ശ്രമിക്കുക എന്നത് സമകാലിക ഇന്ത്യൻ അവസ്ഥയിൽ ഏറ്റവും അത്യാവശ്യമായൊരു പ്രവർത്തനമാണ്. ഹിന്ദുത്വം എന്നത് എങ്ങനെയാണ് ഇന്ത്യയിൽ നിന്ന് അധികാരത്തിലിരിക്കുന്നത്? അത് ജനങ്ങളുടെ ചിന്താരീതിയെ യാഥാസ്ഥിതികമാക്കി ബ്രാഹ്മണിക ലോകബോധത്തിന് അനുയോജ്യമാക്കി നിലനിർത്തുക. ഏതെങ്കിലും ഇടങ്ങളിലൊക്കെ ആധുനിക ലോകബോധവും ആധുനിക ചിന്താരീതിയും സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ടെങ്കിൽ ആ സ്വാധീനത്തെ മറികടന്ന് ഗോത്രീയ ചിന്താരീതിയിലേക്ക് തിരിച്ചു പിടിക്കുക എന്നിങ്ങനെ മനുഷ്യരുടെ ചിന്താരീതിയുടെയും ലോകവീക്ഷണത്തിൻ്റെയും മണ്ഡലത്തിലും സമൂഹത്തിൽ നിലനിൽക്കുന്ന സാംസ്കാരിക ആഖ്യാനത്തിൻ്റെ മണ്ഡലത്തിലും ഇതിലൊക്കെ ഒരു നൂറ്റാണ്ടുകാലം നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഹിന്ദുത്വ പ്രത്യയശാസ്ത്രവും ഹിന്ദുത്വ രാഷ്ട്രീയവും ഇന്ന് ഇന്ത്യയിൽ വിജയിച്ചു നിൽക്കുന്നത്. യുക്തിവാദികളുടെ ലക്ഷ്യം എന്താണെന്നൊരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് റിഡക്റ്റീവ് ഈ സംവാദം തുടങ്ങിയത്. അതിന് കൃത്യമായൊരു മറുപടി ഞാൻ അന്ന് കൊടുത്തു. അതിൽ പറഞ്ഞ ചില വാക്യങ്ങൾ ഞാൻ ഉദ്ധരിക്കാം. മനുഷ്യരുടെ ചിന്താരീതിയെ ആധുനീകരിക്കുക എന്നതാണ് യുക്തിവാദികളുടെ ലക്ഷ്യം. സമൂഹത്തിൻ്റെ ചിന്താരീതിയെ ആധുനീകരിക്കുക എന്നതിൻ്റെ അർത്ഥം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അർഹരായ ഒരു ജനതയായി നമ്മളെ സ്വയം പരിവർത്തിപ്പിക്കുക എന്നുകൂടിയാണ്. അങ്ങനെയാണ് യുക്തിവാദി പ്രവർത്തനം എന്നത് ഒരു പ്രധാന രാഷ്ട്രീയ പ്രവർത്തനം തന്നെ ആവുന്നത്. ഇന്ത്യൻ ഭരണഘടനയെ ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യവാദികളാണ്, മാർക്സിസ്റ്റുകളുടെ ഭാഷയിൽ പറഞ്ഞാൽ ബൂർഷ്വാ ജനാധിപത്യവാദികളാണ് യുക്തിവാദികൾ. അനേകം പരിമിതികളോടെ ആണെങ്കിലും ഇന്ത്യയിൽ ഇന്ന് നിലനിൽക്കുന്ന ഭരണഘടനാധിഷ്ഠിതമായ ഉദാര ജനാധിപത്യ വ്യവസ്ഥയെ തകർക്കണം, പകരം തൊഴിലാളി വർഗ സർവാധിപത്യം വരണം എന്ന അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പില്ല. ഇന്നത്തെ വ്യവസ്ഥിതിയുടെ പരിമിതികൾ മറികടക്കേണ്ടതുണ്ട്. അതിനുള്ള വഴി സർവാധിപത്യമല്ല, മറിച്ച് കൂടുതൽ ജനാധിപത്യമാണ്. യുക്തിവാദ പ്രവർത്തനം എന്നത് അതിപ്രധാനമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്ന ബോധ്യമുള്ളതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ മാർക്സിസത്തിൻ്റെ വടിയെടുത്ത് യുക്തിവാദത്തെ തല്ലിച്ചതക്കുക എന്ന റിഡക്റ്റീവ് ഗ്രൂപ്പിൻ്റെ പ്രവർത്തനത്തെ അഡ്രസ്സ് ചെയ്യാതിരിക്കാൻ പറ്റാത്തൊരു നിലയുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നത്. ഉദ്ദേശം 45 മിനിറ്റ് മാത്രമുള്ള ഡോക്കിൻസ് ബാധ എന്ന വീഡിയോവിന് ഇതിനകം തന്നെ 2 മണിക്കൂറോളം ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞു. റിഡക്റ്റീവിൻ്റെ ഭാഗത്ത് നിന്ന് അവിടെയും വന്നിട്ടുണ്ട് 2 വീഡിയോകൾ. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞാൻ അവർ പറഞ്ഞ ഒരു കാര്യത്തിനും മറുപടി പറഞ്ഞില്ല എന്നാണ് റിഡക്റ്റീവ് പറയുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാനി ഇത് സംബന്ധിച്ച് പറഞ്ഞ ഭാഗം ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. CVN ലേറ്റസ്റ്റ് സ്റ്റോക്ക് ഞാൻ മൊത്തം കണ്ടില്ല കേട്ടോ, കുറച്ചേ കണ്ടുള്ളൂ. എനിക്ക് അതിനകത്ത് കുറിച്ച് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും പറയാനില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാല്
നമുക്ക് അഡ്രസ്സ് ചെയ്യണമെന്ന് ഉണ്ടായിരുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ഇസ്ലാമോഫോബിയന്റെ പ്രശ്നമാണ്. എനിക്ക് തോന്നുന്നു പുള്ളി ഇനി തൊടാൻ സാധ്യതയില്ലെന്നാണ് തോന്നുന്നത് ഈ പ്രസന്റേഷനെ കണ്ടപ്പോൾ. വേറെ ഡൈവേർഷൻസ് ആണ് പുള്ളി ശ്രമിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇതിൽ ഡൈവേർഷൻസ് ആണ് പുള്ളി ശ്രമിക്കുന്നത് എന്നത് എന്നെക്കുറിച്ച് തെറ്റായ ഒരു ആരോപണമാണ്. ഇതിനിടയിൽ ശാസ്ത്രവും പ്രത്യയശാസ്ത്രവും എന്ന വിഷയം അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചു, അതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം റിഡക്റ്റീവ് ഉന്നയിച്ച വിഷയങ്ങൾക്ക് മറുപടി ഇല്ലാതെ ഒളിച്ചോടി എന്നൊന്നുമല്ല. മനുഷ്യനല്ലേ, പല തിരക്കിലുണ്ടാവും, പല പ്രയോറിറ്റീസ് ഉണ്ടാവും. ഞാൻ ജോലി ചെയ്യുന്ന ഒരാളാണ്. അത് കഴിഞ്ഞുള്ള സമയത്ത് ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ അതിൽ ആദ്യ അവസാനം എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റയ്ക്ക് ചെയ്യണം. അങ്ങനെ പല പരിമിതികളുമുണ്ട്. ഇതൊക്കെ കൊണ്ടാണ് പ്രതികരണങ്ങൾ വൈകുന്നത്. വാസ്തവത്തിൽ വളരെ ദീർഘമായൊരു മറുപടിയായാണ് ഈ ഭാഗം ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ എൻ്റെ പ്രതികരണം വൈകി എന്നതിനെ ഒരു ഒളിച്ചോട്ടമായി റിഡക്റ്റീവ് ചിത്രീകരിച്ച് കണ്ടതുകൊണ്ട് ദീർഘമായൊരു പ്രതികരണത്തിന് പകരം പ്രധാനമായും ഇസ്ലാമോഫോബിയ എന്ന വിഷയം ഉൾക്കൊള്ളുന്ന താരതമ്യേന ചെറിയൊരു മറുപടി മാത്രം തൽക്കാലം പറയാം എന്നാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. ബാക്കി പല വിഷയങ്ങളും പറയാനുണ്ട്. പക്ഷേ അതൊക്കെ സാധിച്ചാൽ പിന്നെ എപ്പോഴെങ്കിലും പറയാം എന്നാണ് വിചാരിക്കുന്നത്. ഞാനിപ്പോൾ ഇതൊന്നും പറഞ്ഞതുകൊണ്ട് റിഡക്റ്റീവ് ചാനലിൻ്റെ നിലപാടുകളിൽ യാതൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. റിപ്ലൈ ടു റിഡക്റ്റീവ് എന്നാണ് ഈ വീഡിയോവിൻ്റെ ടൈറ്റിലെങ്കിലും ഞങ്ങൾ രണ്ടുപേരെയും ശ്രദ്ധിക്കുന്ന സ്വതന്ത്ര ചിന്തകരായ വ്യക്തികളെ ഉദ്ദേശിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ജബ്ബാർ മാഷിൻ്റെയോ മറ്റേതെങ്കിലും വ്യക്തിയുടെയോ പ്രസംഗങ്ങളിൽ വരുന്ന കാര്യങ്ങളെക്കുറിച്ചോ അവരുടെ സമീപനത്തെക്കുറിച്ചോ മാത്രം എടുത്തു പറഞ്ഞുകൊണ്ടുള്ള ഒരു വിമർശനമായിരുന്നു റിഡക്റ്റീവ് ഈ ഡോക്കിൻസ് ബാധ എന്ന വീഡിയോയിൽ ചെയ്തിരുന്നത് എങ്കിൽ ഞാനതിന് ഒരു മറുപടിയും പറയില്ലായിരുന്നു. കാരണം അതെൻ്റെ വിഷയമല്ല. ഞാൻ പറഞ്ഞതിനെക്കുറിച്ച് ആരെങ്കിലും വിമർശിച്ചാൽ അതൊരു കഴമ്പുള്ള വിമർശനമാണെങ്കിൽ അത് ഞാൻ അഡ്രസ്സ് ചെയ്യും. തെറ്റുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ അത് ഞാൻ തിരുത്തും. ശരിയാണ് എന്ന് ബോധ്യമുള്ളത് ഞാൻ ഡിഫെൻഡ് ചെയ്യും. ഞാൻ പറഞ്ഞതിൻ്റെ ഉത്തരവാദിത്വം എനിക്കാണ് എന്നതുപോലെ തന്നെ ജബ്ബാർ മാഷ് പറഞ്ഞതിൻ്റെ ഉത്തരവാദിത്വം ജബ്ബാർ മാഷിനാണ്. ലിയാഖത്ത് പറഞ്ഞതിൻ്റെ ഉത്തരവാദിത്വം ലിയാഖത്തിനാണ്. പിന്നെ എന്തുകൊണ്ട് ഞാൻ ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞു എന്നതിൻ്റെ ഉത്തരം ഇത്രയേ ഉള്ളൂ. ഞാൻ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചതും ഇപ്പോഴും ശ്രമിക്കുന്നതും ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അഭിപ്രായങ്ങളെയോ പ്രസ്താവനകളെയോ അല്ല. യുക്തിവാദം അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്ത എന്ന സാമൂഹ്യ പ്രവർത്തന പന്ഥാവിനെയാണ് ഞാൻ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇതാണ് ഏറ്റവും ചുരുക്കി പറയാനുള്ളത്. ഈ കാര്യം വിശദീകരിക്കാം. ഡോക്കിൻസിൻ്റെ ബാധ എന്ന വീഡിയോയിൽ യുക്തിവാദികളെയും യുക്തിവാദം എന്ന സാമൂഹ്യ പ്രവർത്തന വഴിയെയും തള്ളിപ്പറയുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന പല സന്ദർഭങ്ങളുണ്ട്. തൽക്കാലം 2 സന്ദർഭങ്ങൾ മാത്രം ഞാൻ ഇവിടെ എടുത്തു കാണിക്കാം. ഇത് രണ്ടും ഇതിനകം ചർച്ച ചെയ്ത ഭാഗത്ത് നിന്നുള്ളത് തന്നെയാണ്. സകല യുക്തിവാദികളും വംശീയവാദികളാണ്, സകല യുക്തിവാദികളും ഹിന്ദുത്വ പ്രത്യയശാസ്ത്രമാണ് പ്രചരിപ്പിക്കുന്നത് എന്ന് പറയുന്നതാണ് കേൾക്കാം. അതുപോലെ തന്നെ ലോകത്ത് സാമൂഹ്യ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിൽ എൻലൈറ്റൻമെൻറ്റ് സ്റ്റൈൽ ക്രിട്ടിക് ഓഫ് റിലീജിയസ് റീസൺ എന്നതിന് യാതൊരു പങ്കുമില്ല, സാമ്പത്തിക അടിത്തറയിലുള്ള മാറ്റം ആണ് ഇതിന് കാരണമാകുന്നത് എന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ പറയും ഇതെന്താ ഇവിടെ, ദിസ് ഇസ് റേസിസം. നമ്മൾ ഈ മാനവികത എന്ന് പറഞ്ഞുകൊണ്ട് ആക്ച്വലി നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നത് എന്താണ്? 916 റേസിസം, 916 നാസിസം. പിന്നെ നമ്മൾ ഇങ്ങനെ വണ്ടറടിച്ചിരിക്കുകയാണ്, സംഘികൾ എങ്ങനെയാണ് ജയിക്കുന്നത്, സംഘപരിവാർ ആളുകൾ എങ്ങനെ ജയിക്കുന്നു. ഈ മാനവികത എന്ന് പറയുന്ന ആളുകളും സംഘപരിവാറിൻ്റെ നറേറ്റീവാണ് പറഞ്ഞത്. ഇവിടെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഘപരിവാറിൻ്റെ കൂടെ നിന്ന് നമുക്ക് സംഘപരിവാറിൻ്റെ ഐഡിയോളജി പറയണോ, അതോ സംഘപരിവാർ മോശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് സംഘപരിവാറിൻ്റെ ഐഡിയോളജി പറയണമെന്ന് തർക്കേ ഉള്ളൂ ഇവിടെ. ഈ മാനവിക പക്ഷ യുക്തിവാദവും സോർക്രൈറ്റ് നാസ്തികതയും ഇങ്ങനെയൊക്കെ പറയുന്ന പല പല ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഇവരുടെ തമ്മിലുള്ള തർക്കം ഇത്രയേ ഉള്ളൂ. സംഘികളുടെ കൈ തോളിട്ടിട്ട് നമുക്ക് പറയണോ, അതോ സംഘി മോശമാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഇതേ കാര്യം നിങ്ങൾ പറയണം. ആ തർക്കമാണ് ഇവിടെ നടക്കുന്നത്. അതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നത്. ഈ ഒരു പ്രസന്റേഷൻ കൊണ്ട് ഞാൻ ജീവിക്കാൻ പറ്റത്തില്ല. ഇവിടെ വന്ന മാറ്റം എന്താണ്? മതഗ്രന്ഥങ്ങളോ മതവിമർശനമാണോ ഇവിടെ വർക്കാവുന്നത്? അല്ലെങ്കിൽ ഈ മതവിമർശനം മോശമാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ആരും അവിടെ ഖുറാൻ 4:34 സ്ത്രീ വിരുദ്ധമാണ്, ഖുറാൻ്റെ 5:10 UDHR വിരുദ്ധമാണ് എന്ന് പറഞ്ഞിട്ടല്ല അവിടെ മാറ്റം തന്നെ. അവിടെ ഒരു സാമ്പത്തിക പ്രതിസന്ധി അവർ നേരിടാൻ തുടങ്ങി. ഈ സാമ്പത്തിക പ്രതിസന്ധി നേരിടാൻ തുടങ്ങിയപ്പോൾ അവിടെ മാറ്റങ്ങൾ വരേണ്ടി വന്നു. അതുകൊണ്ടാണ് നിങ്ങൾ എടുത്തു നോക്കിയാൽ ഇതുപോലെയുള്ള അനേകം തെറ്റായ കാര്യങ്ങൾ ഡോക്കിൻസിൻ്റെ ബാധ എന്ന വീഡിയോയിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ചർച്ചയിൽ ഇടപെടുന്നത്. അതായത് മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്രം പിന്തുടരുന്ന റിഡക്റ്റീവ് ഗ്രൂപ്പ്
കേരള യുക്തിവാദി മണ്ഡലത്തെ അപ്പാടെ ഡീലെജിറ്റിമൈസ് ചെയ്യാനുള്ള ശ്രമമാണ് നടത്തുന്നത്, അത് ബോധപൂർവമായാലും അല്ലെങ്കിലും. ഈ ഒരു തിരിച്ചറിവുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിൽ ഇടപെട്ടത്. വ്യക്തികൾ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചുള്ള വിമർശനത്തിന് മറുപടി പറയാൻ ബാധ്യതയില്ല എന്ന് പറഞ്ഞെങ്കിലും ജബ്ബാർ മാഷിൻ്റെ പേര് ഞാൻ എൻ്റെ മറുപടികളിൽ പരാമർശിച്ചിരുന്നത് കൊണ്ട് ഞാൻ ജബ്ബാർ മാഷിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്ക് വിശദീകരണം തരാനുള്ള ബാധ്യത എനിക്കുണ്ട്. അത് ശരിയാണ്. അതുകൊണ്ട് ആ കാര്യം ഞാൻ വിശദീകരിക്കാം. ഡോക്കിൻസിൻ്റെ ബാധ എന്ന ആദ്യ വീഡിയോയിൽ ജബ്ബാർ മാഷിൻ്റെ ഒരു കാര്യവും വീഡിയോ റിഡക്റ്റീവ് പറഞ്ഞിട്ടില്ല. പേര് പറയാതെ ചിലരുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ കാണിച്ചിരുന്നു. പിന്നീട് എന്നോടുള്ള ആദ്യത്തെ പ്രതികരണത്തിൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റുകൾ ആരുടേതാണ് എന്ന് പറഞ്ഞു. അതിലും ജബ്ബാർ മാഷ് ഇല്ല. പക്ഷേ ഡോക്കിൻസ് ബാധ എന്നതിന് വീഡിയോയിൽ ആദ്യത്തെ ഡോക്കിൻസ് ബാധ എന്ന വീഡിയോയിലെ ഈ ഡോക്കിൻസ് ബാധയുടെ ഉദാഹരണമായിട്ട് പറയുന്നത് എന്താണ്? ഒരു പ്രത്യേക വിമർശന രീതിയെയാണ് ഡോക്കിൻസ് ബാധയായിട്ട് അവിടെ സ്ഥിരീകരിക്കുന്നത്. എന്താണ് ആ വിമർശന രീതി? മതഗ്രന്ഥങ്ങൾ എടുക്കുന്നു, ഓരോ വാക്യങ്ങൾ വായിക്കുന്നു, ഖുർആൻ 5:10 UDHRന് നിരക്കുന്നതല്ല, ഖുർആൻ 10:20 സ്ത്രീവിരുദ്ധമാണ്. ഇതിങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഈ ഒരു ഭാഗം ഇതാണ് ഡോക്കിൻസിൻ്റെ ബാധ എന്ന് വീഡിയോയിൽ ആവർത്തിച്ച് വിമർശിക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുന്ന വിമർശന രീതി. ഞാൻ എൻ്റെ മറുപടി പറഞ്ഞപ്പോഴാണ് ഇത് ഡോക്കിൻസ് ബാധയല്ല, മറിച്ച് യൂറോപ്പിലും ഇന്ത്യയിലും 18-ാം നൂറ്റാണ്ട് മുതൽ ഇങ്ങോട്ട് യുക്തിവാദികൾ ചെയ്യുന്ന കാര്യമാണ് ഈ ബഹുമാനരഹിതമായ മതപ്രമാണ വിമർശനം എന്ന് ഞാനാണ് ചൂണ്ടിക്കാട്ടിയത്. മഹാത്മാ ഫുലെ ചെയ്ത ഇതാണ്, പെരിയാർ ചെയ്ത ഇതാണ്, സഹോദരൻ അയ്യപ്പൻ ചെയ്ത ഇതാണ്, ജബ്ബാർ മാഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇതാണ് എന്നിങ്ങനെ ഓരോ ആളിൻ്റെയും ഉദാഹരണം ഞാൻ പറഞ്ഞു. ഫുലെ ബ്രഹ്മാവിനെ കുറിച്ച് പറഞ്ഞത്, പെരിയാർ ഗണപതിയെക്കുറിച്ച് പറഞ്ഞത്, അയ്യപ്പൻ ശ്രീകൃഷ്ണനെ കുറിച്ച് പറഞ്ഞത്, ജബ്ബാർ മാഷ് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞത്, ഇതൊക്കെ ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞു. ഈ തരത്തിലുള്ള വിമർശനം നടത്താനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്ത് ഉള്ളിടത്തോളം അത് തുടരണം എന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. എൻ്റെ പ്രശ്നം ജബ്ബാർ മാഷ് പറഞ്ഞ സകല കാര്യങ്ങളെയും പ്രതിരോധിക്കുക എന്നതല്ല. മതഗ്രന്ഥങ്ങൾ എടുക്കുന്നു, ഓരോ വാക്യങ്ങൾ വായിക്കുന്നു, ഖുർആൻ 5:10 UDHRന് നിരക്കുന്നതല്ല, ഖുർആൻ 10:20 സ്ത്രീവിരുദ്ധമാണ്, ഇതിങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് റിഡക്റ്റീവ് വിശേഷിപ്പിക്കുന്ന വിമർശന രീതിയെ, അതായത് എൻലൈറ്റൻമെൻറ്റ് സ്റ്റൈൽ ക്രിട്ടീക്ക് ഓഫ് റിലീജിയസ് റീസൺ, ഇതിനെ ഡിഫെൻഡ് ചെയ്യുക എന്നതാണ് എൻ്റെ പ്രശ്നം. അതാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇന്ത്യൻ പൊതുമണ്ഡലത്തിൽ കഴിഞ്ഞ ഒരു ദശകത്തിനിടയിൽ രൂക്ഷമായി പടർന്നിട്ടുള്ള മുസ്ലിം വിരുദ്ധത അതേ പൊതുമണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള യുക്തിവാദ മണ്ഡലത്തിലും പടർന്നു കയറിയിട്ടുണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല. റിഡക്റ്റീവ് അക്നോളജ് ചെയ്താലും ഇല്ലെങ്കിലും കേരളീയ യുക്തിവാദി മണ്ഡലത്തിൽ ആ പ്രവണതയ്ക്കെതിരെ എനിക്കാവുന്ന വിധത്തിൽ കുറേയൊക്കെ സംസാരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. മാനവിക യുക്തിവാദികൾ 916 റേസിസം പറയുന്നവരാണ് എന്ന അഭിപ്രായമുള്ള റിഡക്റ്റീവിൻ്റെ മുമ്പിൽ മുസ്ലിം വിരുദ്ധതയ്ക്കെതിരെയുള്ള എൻ്റെ പ്രവർത്തനങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ട് പ്രയോജനമില്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം അതിന് തുനിയുന്നില്ല. ഏതായാലും ജബ്ബാർ മാഷിൻ്റെയോ മറ്റാരുടെയെങ്കിലുമോ പ്രസംഗത്തിൽ ഇസ്ലാമോഫോബിയ വളർത്താനിടയുള്ള ഘടകങ്ങളുണ്ട് എന്നൊരു വിമർശനം ആരെങ്കിലും ഉയർത്തിയാൽ അതിന് മറുപടി പറയേണ്ടത് ഞാനല്ല, വിമർശന വിധേയരായ വ്യക്തികളാണ്. ഒരിക്കൽ കൂടി വ്യക്തമായി പറയട്ടെ, റിഡക്റ്റീവിൻ്റെ മറുപടിയിൽ അവർ ചെയ്തതുപോലെ മറുപടി വീഡിയോ ചെയ്തതുപോലെ കേട്ടോ, ആ മറുപടി വീഡിയോയിൽ ചെയ്തതുപോലെ മാഷിൻ്റെ വീഡിയോ ക്ലിപ്പുകൾ എടുത്ത് അതിനെ വിമർശിക്കുക എന്നൊരു കാര്യമാണ് അവർ ആദ്യം ചെയ്യുന്നത് എങ്കിൽ അതിൽ ഞാൻ ഇടപെടുന്ന വിഷയമില്ല. കാരണം എന്നെയോ യുക്തിവാദം എന്ന സാമൂഹ്യ പ്രവർത്തന പന്ഥാവിനെയോ പൊതുവെ ബാധിക്കുന്നൊരു വിഷയമല്ല, മറിച്ച് ഏറെക്കുറെ ശരിയായ വഴിയിൽ നീങ്ങുന്ന ഒരു പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള ഒരു ക്രിയാത്മക വിമർശനം എന്ന നിലയിൽ അതിനെ കാണാവുന്നതേ ഉള്ളൂ. മുസ്ലിം വിരുദ്ധത എന്ന ദേശീയ പകർച്ചവ്യാധിയെക്കുറിച്ചുള്ള ഏതൊരു കൺസേണും ഏതൊരു വാണിങ്ങും ലെജിറ്റിമേറ്റാണ്. യുക്തിവാദ രംഗത്ത് മുസ്ലിം വിരുദ്ധതയുടെ സ്വാധീനത്തെ ചൂണ്ടിക്കാണിക്കുക എന്നത് ശരിയായ കാര്യമാണ്. നേരത്തെ ഞാൻ പറഞ്ഞ രൂപകം ഉപയോഗിച്ച് പറഞ്ഞാൽ കുട്ടിയുടെ ദേഹത്ത് പറ്റിയ ചളി കഴുകിക്കളയാനുള്ള ഒരു ശ്രമം മാത്രമാണത്. അതേസമയം എൻലൈറ്റൻമെൻറ്റ് സ്റ്റൈൽ ക്രിട്ടീക്ക് ഓഫ് റിലീജിയസ് റീസൺ എന്നത് ഡോക്കിൻസ് ബാധയാണ്, അത് വലിച്ചെറിയണം എന്ന അതിവാദം വരുമ്പോൾ അതിനോട് യാതൊരു തരത്തിലും യോജിക്കാൻ പറ്റില്ല. അത് കുട്ടിയെ കുളിപ്പിച്ച വെള്ളത്തിനോടൊപ്പം കുട്ടിയെ കൂടി വലിച്ചെറിയുന്ന ഏർപ്പാടാണ്. അതിനെയാണ് ഞാൻ എതിർക്കുന്നത്. അല്ലാതെ ജബ്ബാർ മാഷാകട്ടെ അല്ലെങ്കിൽ യുക്തിവാദി രംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റാരെങ്കിലും ആവട്ടെ, അവർ പറയുന്ന ഒരു കാര്യത്തെയും ആരും വിമർശിക്കരുത് എന്ന യാതൊരു വാദവും എനിക്കില്ല. അതേസമയം അങ്ങനെയുള്ള തുറന്ന വാദങ്ങൾ, തുറന്ന വിമർശനങ്ങൾ വേണം, അത് ഗുണകരമാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എല്ലാവരും മനുഷ്യരാണ്,
പറയുന്ന വാക്കുകളിൽ തെറ്റ് വരാം, ചില കാഴ്ചപ്പാടുകളിൽ പിഴവുണ്ടാവാം. അതൊക്കെ സ്വാഭാവികമാണ്. അംബേദ്കർ 100% ശരിയായിരുന്നില്ല, പെരിയാർ 100% ശരിയായിരുന്നില്ല, നാരായണ ഗുരുവോ സഹോദരൻ അയ്യപ്പനോ ആരും 100% ശരിയായിരുന്നില്ല. അങ്ങനെ 100% ശരിയായ ഒരു മനുഷ്യനുമില്ല. ഞാൻ പറഞ്ഞതിൽ പലയിടത്തും തെറ്റ് സംഭവിച്ചിട്ടുണ്ടാവാം, അത് തിരുത്താൻ ഞാൻ തയ്യാറാണ് താനും. പക്ഷേ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഞാൻ ഒന്നും തെറ്റായി പറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ ബോധ്യം. യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞതും റിഡക്റ്റ് ഉദ്ധരിക്കുന്നതുമായ വാചകം ഇതാണ് പറഞ്ഞത്. അതുകൊണ്ട് സമൂഹത്തിൽ മുസ്ലിം വിരുദ്ധത അഥവാ ഇസ്ലാമോഫോബിയ യഥാർത്ഥത്തിൽ നിലവിലുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ജബ്ബാർ മാഷിനോ എനിക്കോ ഈ ഹാളിലുള്ള മറ്റ് യുക്തിവാദികൾക്കോ ഒന്നും ഇസ്ലാം മതവിമർശനവും മുസ്ലിം വിരുദ്ധതയും രണ്ടും രണ്ടാണ് എന്ന് തിരിച്ചറിയാൻ യാതൊരു പ്രയാസവുമില്ല. മുസ്ലിം ജനതയോട് സഹോദരഭാവം പുലർത്തിക്കൊണ്ട് തന്നെ ഇസ്ലാം വിമർശനം നടത്താമെന്ന കാര്യത്തിൽ ഒരു യുക്തിവാദിക്ക് സംശയമില്ല. ഇതാണ് ഞാൻ പറഞ്ഞത്. ആ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. അന്നും ഇന്നും എൻ്റെ ബോധ്യം അതാണ്. ആ കാര്യം ഞാൻ വിശദീകരിക്കാം. എങ്ങനെയാണ് ഞാൻ പറഞ്ഞ പ്രസ്താവന തെറ്റാണ് എന്ന് വിരടക്റ്റോ വാദിക്കുന്നത്? ജബ്ബാർ മാഷിൻ്റെ ചില വീഡിയോകളെടുത്ത് മാഷ് പുലർത്തുന്നത് ഇസ്ലാമിൻ്റെ കുറിച്ചുള്ള അടഞ്ഞ ധാരണകളാണ്, അത് ഇസ്ലാമോഫോബിയയാണ് എന്നാണ് വാദിക്കുന്നത്. അതിനെക്കുറിച്ചൊന്നും യാതൊരു അഭിപ്രായം ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ ജബ്ബാർ മാഷ് പറഞ്ഞ ചില കാര്യങ്ങൾ സമൂഹത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ മുൻപധികൾ ഉണ്ടാക്കില്ല എന്ന് ഞാൻ സ്ഥാപിക്കണം എന്നാണ് റിഡക്റ്റീവ് വാദിക്കുന്നത്. ബെറ്റർ മനുഷ്യനാണെന്നാണ്. നിങ്ങൾ റീഡ് ചെയ്യുക. ഈ ഡിബേറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ലോകത്തുള്ള നിന്നുള്ള ഏത് ഐസിസ് തീവ്രവാദിയും മുഹമ്മദ് നബിയെക്കാളും വളരെ നല്ല മനുഷ്യനാണെന്ന് പറയുകയും ഒരു മുസ്ലിമിൻ്റെ ഉള്ളിൽ എത്രത്തോളം ഇസ്ലാം കൂടുന്നു അത്രത്തോളം അയാൾ മുഹമ്മദ് നബിക്ക് അടുത്ത് പോകുന്നു എന്ന് പറയുമ്പോൾ ഒരു മുസ്ലിമിനെ കാണുമ്പോൾ ഒരു സാധാരണ പൗരന് ഉണ്ടാവുന്ന വികാരം എന്താണ്? ഇവൻ്റെ ഉള്ളിൽ ഐസിസ് തീവ്രവാദിയെക്കാട്ടിലും ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള എന്തോ ട്രേറ്റ്സ് ഉണ്ടോ ഇല്ലയോ എന്നല്ലേ? അല്ല എന്ന് സീവന് തോന്നുന്നുണ്ടെങ്കിൽ സീവൻ അത് എസ്റ്റാബ്ലിഷ് ചെയ്യണം. നമുക്കിത് വളരെ ക്ലിയർ ആയിട്ട് തോന്നുന്നതാണ്. ഒരാൾ സുഹൃത്തുക്കളെ, ഞാൻ പറയാത്ത യാതൊരു കാര്യവും ഡിഫെൻഡ് ചെയ്യാനോ മറുപടി പറയാനോ എസ്റ്റാബ്ലിഷ് ചെയ്യാനോ എനിക്ക് ബാധ്യതയില്ല. ജബ്ബാർ മാഷിൻ്റെ കാര്യം എടുത്താൽ എൻ്റെ ഈ റിഡക്റ്റീവ് വിമർശിച്ച ആ പ്രസ്താവനയിൽ മാഷിന് ബാധകമായ കാര്യങ്ങൾ എന്താണ് ഞാൻ ലിസ്റ്റ് ചെയ്യാം. 1. സമൂഹത്തിൽ മുസ്ലിം വിരുദ്ധത യഥാർത്ഥത്തിൽ നിലവിലുണ്ട് എന്ന് ജബ്ബാർ മാഷിന് അറിയാം. അതാണ് ഒന്നാമത്തെ പ്രസ്താവന. അറിയില്ല എന്ന് റിഡക്റ്റീവിന് അഭിപ്രായമില്ലല്ലോ, ഉണ്ടോ? 2. ഇസ്ലാം മത വിമർശനവും മുസ്ലിം വിരുദ്ധതയും രണ്ടും രണ്ടാണ് എന്ന് ജബ്ബാർ മാഷിനറിയാം. ഇതാണ് രണ്ടാമത്തെ കാര്യം. ഇങ്ങനെ അറിയില്ല എന്ന് റിഡക്റ്റീവിന് തോന്നുന്നുണ്ടോ? 3. മുസ്ലിം ജനതയോട് സഹോദരഭാവം പുലർത്തിക്കൊണ്ട് തന്നെ ഇസ്ലാം വിമർശനം നടത്താം എന്ന കാര്യത്തിൽ ജബ്ബാർ മാഷിന് സംശയമില്ല. ഇതാണ് മൂന്നാമത് പറഞ്ഞത്. അങ്ങനെയല്ല എന്ന് റിഡക്റ്റീവിന് അഭിപ്രായമുണ്ടോ? ഏതായാലും ഈ 3 പരാമർശങ്ങൾ മാത്രമേ എനിക്ക് ഡിഫെൻഡ് ചെയ്യാൻ ബാധ്യതയുള്ളൂ. റിഡക്റ്റീവ് കൊണ്ടുവന്ന മാഷിൻ്റെ വീഡിയോയിലെ പരാമർശങ്ങളെക്കുറിച്ച് അനുകൂലമായോ പ്രതികൂലമായോ എന്തെങ്കിലും പ്രതികരിക്കാനുള്ള യാതൊരു സവിശേഷ ബാധ്യതയും എനിക്കില്ല. പക്ഷേ ഞാൻ പറഞ്ഞ ഈ 3 പോയിന്റുകൾ ജബ്ബാർ മാഷിൻ്റെ കാര്യത്തിൽ ശരിയാണ് എന്ന ഏറ്റവും മിനിമമായ കാര്യം തെളിയിക്കാൻ എനിക്ക് ബാധ്യതയുണ്ട്. കഴിഞ്ഞ 1/2 നൂറ്റാണ്ടായി കേരളത്തിലെ ജബ്ബാർ മാഷ് നിസ്വാർത്ഥമായി യുക്തിവാദി പ്രവർത്തനം നടത്തുന്നുണ്ട്. കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാനും ആ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും കൂടെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. മാഷിൻ്റെ നിലപാടുകളെയും പ്രവർത്തനങ്ങളെയും കുറിച്ച് ഞാൻ പറഞ്ഞ 3 കാര്യങ്ങളും ശരിയാണ് എന്ന് മാഷിൻ്റെ പ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർ മാത്രമല്ല എതിർക്കുന്നവരിൽ ചിലർ പോലും സമ്മതിക്കും. എങ്കിലും ഒരൊറ്റ മിനിറ്റിൽ ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ കാണിക്കാം. ഞാൻ പറഞ്ഞ 3 കാര്യങ്ങളാട്ടോ. ഞാൻ പറഞ്ഞ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാവുന്ന ഒരു വീഡിയോ ക്ലിപ്പ് ഞാൻ കാണിക്കാം. 1 മാസം മുമ്പ് മാഷ് പോസ്റ്റ് ചെയ്തിരുന്ന ഒരു വീഡിയോ എന്നാണ് ഈ ക്ലിപ്പ് എടുത്തിട്ടുള്ളത്. പരിഹാസം മുഴക്കുന്നത് നമ്മൾ ആശയപരമായ സംവാദങ്ങളിൽ നിന്ന് ഒരിക്കലും പിന്മാറിയിട്ടില്ല. ഇന്നത്തെ ഇസ്ലാമിൻ്റെ കേരളത്തിലെ ഈ ദയനീയ അവസ്ഥ കണ്ട് നമ്മൾ കുറച്ച് മൂർച്ച കുറച്ചിട്ടുണ്ട് നമ്മുടെ വിമർശനങ്ങൾക്കും മറ്റും. ഞാൻ ഇപ്പോൾ എൻ്റെ ഖുർആൻ ക്ലാസ് പരമ്പര ഒന്ന് അവസാനിപ്പിക്കണം. അതോടുകൂടി ഈ പരിപാടി നിർത്താമെന്ന് വിചാരിക്കുകയാണ്. കാരണം യുക്തിവാദികൾ സ്വതന്ത്രചിന്തകരായ ആളുകൾ തന്നെ കേരളത്തിൽ ഇനി ഇസ്ലാമിനെ വിമർശിക്കുന്നത് ഒരു അധികപ്പറ്റാണ് എന്ന അഭിപ്രായം പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ശവത്തിൽ കുത്തുന്നത് പോലെ ഇനിയും ഈ ഇസ്ലാമിക സമൂഹത്തെ, പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തിൽ ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിൻ്റെ തന്നെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലത്ത് ഇനിയും ഇത്രയും ഭീകരമായ രീതിയിൽ ഇസ്ലാമിനെ വിമർശിക്കേണ്ടതില്ല എന്ന ഒരു അഭിപ്രായം പൊതുവിൽ ഉയർന്നു വരുന്നുണ്ട്. അതിനെയൊക്കെ മുഖവിലക്കെടുത്തുകൊണ്ട് തന്നെ നമ്മൾ വിമർശനങ്ങളുടെ
മൂർച്ച കുറയ്ക്കുകയും അളവ് കുറയ്ക്കുകയും ഒക്കെ ചെയ്തു. നമ്മൾ തുടർന്ന് വരുന്ന ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നത് വരെ ഇത് തുടരാമെന്നാണ് ഞാനൊക്കെ വിചാരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഞാൻ പറഞ്ഞ 3 പോയിന്റുകൾ ശരിയാണ് എന്ന് സ്ഥാപിക്കാൻ നിങ്ങളിപ്പോൾ കണ്ട ഈ ഒരു മിനിറ്റ് ക്ലിപ്പ് മതിയെന്ന്. അത്രയേ എനിക്ക് ബാധിച്ചുള്ളൂ. അതിനപ്പുറം ജബ്ബാർ മാഷ് പറഞ്ഞിട്ടുള്ള ശരിയോ തെറ്റോ ആയ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ മറുപടി പറയണമെന്ന് പറഞ്ഞാൽ അത് ശരിയായ വാദമല്ല. ഞാൻ പറഞ്ഞതിൽ ജബ്ബാർ മാഷിന് ബാധകമായ 3 പോയിന്റുകളും ശരിയാണ് എന്ന് തന്നെയാണ് ഇപ്പോഴും എൻ്റെ നിലപാട്. അരനൂറ്റാണ്ടായി ഞാൻ പറഞ്ഞല്ലോ, അരനൂറ്റാണ്ടായി യുക്തിവാദ പ്രവർത്തനം നടത്തുന്ന ഒരാളാണ് ജബ്ബാർ മാഷ്. എന്താണ് മാഷ് ഈ അരനൂറ്റാണ്ട് കൊണ്ട് പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം? ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കുക. വിഷയം എന്ത് ടൈറ്റിലിട്ടാലും കുഴപ്പമില്ല. നമ്മൾ കഴിഞ്ഞ 19 കൊല്ലമായി ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാശയം എന്ന് പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്ന മതം 6-ാം നൂറ്റാണ്ടിലെ മനുഷ്യൻ നിർമ്മിച്ചതാണ്. അത് കാലഹരണപ്പെട്ടതാണ്. അത് സാമാന്യ യുക്തിക്ക് നിരക്കുന്നതല്ല. അത് മനുഷ്യൻ്റെ ഇന്നത്തെ അറിവുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ മണ്ടത്തരങ്ങൾ നിറഞ്ഞതാണ്. അത് ഇന്നത്തെ കാലത്തിൻ്റെ ധാർമ്മികതയുമായി പൊരുത്തപ്പെടുന്നതല്ല. അത് ദൈവം ആകാശത്തുനിന്ന് കെട്ടിയിറക്കിയതല്ല. ഇതാണ് കഴിഞ്ഞ 50 കൊല്ലമായിട്ട് ഞാനിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഖുർആൻ ദൈവത്തിൻ്റെ പുസ്തകമല്ല, അത് മനുഷ്യൻ എഴുതിയ പുസ്തകമാണ്, കാലഹരണപ്പെട്ടതാണ്. ഇതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയങ്ങൾ. ഈ കാര്യങ്ങൾ ജബ്ബാർ മാഷ് പറയുന്നത് ശരിയാണ്. ഈ പ്രവർത്തനം വളരെ പ്രധാനമാണ്. ഈ തരത്തിലുള്ള വിമർശനം ജബ്ബാർ മാഷും മറ്റ് യുക്തിവാദികളും തുടരണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഈ പറയുന്നത് തിയോളജിക്കൽ വിമർശനമാണ്, ഡോക്കിൻസ് ബാധയാണ് എന്നൊക്കെ റിഡക്റ്റീവ് വാദിക്കും. തീർത്തും തെറ്റായ വാദമാണത്. കഴിഞ്ഞൊരു നൂറ്റാണ്ടായിട്ട് കേരളത്തിലെ യുക്തിവാദികളുടെ സാമൂഹ്യ ദൗത്യത്തിൻ്റെ ഒരു അടിസ്ഥാന ശിലയായി നിലകൊള്ളുന്ന ഒരു തിരിച്ചറിവിനെയാണ് മാഷ് ഇവിടെ പരാമർശിക്കുന്നത്. നേരത്തെ വിശദീകരിച്ചതാണെങ്കിലും ഒരിക്കൽ കൂടി പറയാം. യുക്തിവാദം എന്നത് അടിസ്ഥാനപരമായി ഒരു ജ്ഞാനശാസ്ത്ര നിലപാടാണ്. 1929 സഹോദരൻ അയ്യപ്പൻ എഴുതിയ കേരളത്തിലെ യുക്തിവാദത്തിൻ്റെ മാനിഫെസ്റ്റോയായി കണക്കാക്കാവുന്ന ആദ്യ മുഖപ്രസംഗത്തിൽ, യുക്തിവാദി മാസികയുടെ ആദ്യ മുഖപ്രസംഗത്തിൽ പറയുന്നൊരു പ്രധാന ആശയമാണത്. അറിവിനുള്ള ഏക മാർഗം എന്നത് നിരീക്ഷണവും യുക്തി അധിഷ്ഠിതമായ ചിന്തയും, അതായത് സയൻസിൻ്റെ അറിവ് വഴി മാത്രമാണ് എന്ന് പറഞ്ഞ ശേഷം ആ എഡിറ്റോറിയലിൽ പറയുന്ന കാര്യം ഇതാണ്. ഞാനിത് വായിക്കാം. എങ്കിലും നിരീക്ഷണവും ചിന്തനവും കൂടാതെ പ്രകൃത്യാതീതമായ വഴിക്ക് അറിവ് ലോകത്തിൽ ചില പ്രധാന ഘട്ടങ്ങളിലും ആളുകൾക്കും സിദ്ധിക്കുകയോ വെളിപ്പെടുകയോ ചെയ്തിട്ടുണ്ട് എന്ന ഒരു വിശ്വാസ പ്രസ്ഥാനമുണ്ട്. ആ പ്രസ്ഥാനം മേൽപ്പറഞ്ഞ സ്വാഭാവികമായ യുക്തിപ്രസ്ഥാനത്തിന് വരുത്തിയിട്ടുള്ള തടസ്സങ്ങൾക്കും മാലിന്യങ്ങൾക്കും കണക്കില്ല. ജ്ഞാനത്തിൻ്റെ ഓരോ വകുപ്പിലും ഇന്നു കാണുന്ന അഭിവൃദ്ധി അധികവും ഈ പ്രസ്ഥാനത്തിൻ്റെ എതിരിനെ പൊരുതി ജയിച്ച ശേഷം മാത്രം വന്നിട്ടുള്ളതാണ്. ഈ പൊരുതൽ ഇപ്പോഴും ആവശ്യമായിട്ടാണിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇതാണ് 1929 യുക്തിവാദി പ്രസ്ഥാനം തുടങ്ങുന്ന സമയത്ത് അതൊരു യുക്തിവാദിയുടെ സാമൂഹ്യ ദൗത്യമായിട്ട് തിരിച്ചറിയപ്പെടുന്നത്. നിരീക്ഷണവും ചിന്തനവും കൂടാതെ പ്രകൃത്യതീതമായ വഴിക്ക് ചിലർക്ക് ചില കാലത്ത് അറിവ് സിദ്ധിച്ചിട്ടുണ്ട് എന്ന വിശ്വാസ പ്രസ്ഥാനത്തിനെതിരെയുള്ള പൊരുതൽ. ആ പൊരുതലാണ് ഇന്നും കേരളത്തിലെ യുക്തിവാദികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അടിമത്തം ഇസ്ലാമിൽ എന്ന വിഷയം ഇപ്പോഴും ചർച്ച ചെയ്യുന്നത് എന്തിനാണ്? അത് ദൈവികം എന്ന് വിശ്വസിക്കപ്പെടുന്ന പുരാതനമായ മതപ്രമാണങ്ങൾ യഥാർത്ഥത്തിൽ കാലഹരണപ്പെട്ട് കഴിഞ്ഞു. ആധുനിക ധാർമ്മിക ബോധവുമായി അത് പൊരുത്തപ്പെടുന്നില്ല. ഈ കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ, അതിനാണ് ഇന്ന് സാർവലൗകികമായി എല്ലാ മനുഷ്യരും തള്ളിക്കളയുന്ന അടിമത്തം എന്ന അധാർമികമായ സമ്പ്രദായം ദൈവിക പ്രമാണത്തിൽ അംഗീകൃതമാണ് ഇന്ന് കാണിച്ചു കൊടുക്കുന്നത്. റിഡക്റ്റീവിൻ്റെ കാഴ്ചപ്പാടിൽ ഇതൊന്നും പറയപ്പെടേണ്ട കാര്യമല്ല. അവരുടെ കാഴ്ചപ്പാടിൽ സാലിമ ഇനിഷ്യേറ്റീവാണ് ശരിയായ വഴി. ആ കാര്യം വിശദമായി പിന്നീട് എപ്പോഴെങ്കിലും ചർച്ച ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ സമയവും സൗകര്യവും ആരോഗ്യവും ഒക്കെ ഉണ്ടായാൽ എപ്പോഴെങ്കിലും പറയാം. ഏതായാലും ഇതിനോട് ഒരു യുക്തിവാദി എന്ന നിലയിൽ എനിക്ക് യോജിപ്പില്ല. നിങ്ങൾ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണെങ്കിലും ദൈവമില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണെങ്കിലും ഇറ്റ് മേക്സ് നോ ഡിഫറൻസ് ടു ദ സൊസൈറ്റി എന്നതാണ് റിഡക്റ്റീവിൻ്റെ നിലപാട്. അതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുള്ളതാണ്. അതിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. കടവുൾ ഇല്ലേ ഇല്ലവേ ഇല്ലേ എന്ന തിരിച്ചറിവ് പ്രചരിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ ദൗത്യം ആണ് എന്ന ബോധ്യം എനിക്കുണ്ട്. പുരാണങ്ങളായാലും വേദങ്ങളായാലും ഖുർആനായാലും ബൈബിളായാലും ഇതൊക്കെ പഴയ കാലങ്ങളിൽ മനുഷ്യർ പറഞ്ഞതും എഴുതിയതുമാണ്. ഇതൊക്കെ അപ്രസക്തമാണ്, കാലഹരണപ്പെട്ടതാണ് എന്ന ബോധ്യം
ജനങ്ങൾക്കിടയിൽ പടരേണ്ടത് അത്യാവശ്യമാണ്. ആധുനികതയുടെയും ജനാധിപത്യത്തിൻ്റെയും ഒരു അവിഭാജ്യ ഘടകമാണ് ആ തിരിച്ചറിവ് എന്നതാണ് എൻ്റെ ബോധ്യം. ലെഡക്റ്റോവിനോടുള്ള എൻ്റെ വിമർശനം ഇതാണ്. അവർ മാർക്സിസം ലെനിനിസം എന്ന അയുക്തികവും ജനാധിപത്യ വിരുദ്ധവുമായ സമഗ്രാധിപത്യ പ്രത്യയശാസ്ത്രം സ്വീകരിക്കുകയും അത് പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് നടക്കട്ടെ, അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. പക്ഷേ എൻലൈറ്റ്മെൻറ്റ് സ്റ്റൈൽ ക്രിട്ടിക് ഓഫ് റിലീജിയസ് റീസൺ ഒരു തെറ്റായ വഴിയാണ്, മതപ്രമാണങ്ങളെ വിമർശിക്കാത്ത സാലിമ ഇനീഷ്യേറ്റീവാണ് ശരിയായ വഴി എന്നതൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ ഒരു യുക്തിവാദി എന്ന നിലയിൽ ഞാൻ എൻ്റെ വഴി ഡിഫെൻഡ് ചെയ്ത് സംസാരിക്കും. അല്ലാതെ ജബ്ബാർ മാഷ് പറഞ്ഞ എല്ലാം 100% ശരി അങ്ങനെ യാതൊരു വാദവും എനിക്കില്ല. ഞാൻ പറഞ്ഞത് തന്നെ എല്ലാം 100% ശരിയെന്ന വാദം എനിക്കില്ല. മനുഷ്യനാണ്, ചിലതൊക്കെ തെറ്റിയെന്നൊക്കെ വരും. എൻലൈറ്റൻമെൻറ്റ് സ്റ്റൈൽ ക്രിട്ടിക് ഓഫ് റിലീജിയസ് റീസൺ, അതായത് മതപ്രമാണങ്ങളെ നിർഭയമായും ബഹുമാനരഹിതമായും വിമർശിക്കുക എന്നതിന് അതിനുള്ള അവകാശം ഒരു യുക്തിവാദിക്കുണ്ട് എന്നതാണ് എൻ്റെ വാദം. ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ, മതഗ്രന്ഥങ്ങൾ എടുക്കുന്നു, ഓരോ വാക്യങ്ങൾ വായിക്കുന്നു, ഖുർആൻ 5:10 ഇവിടെ ചേർന്നിരിക്കുന്നതല്ല, ഖുർആൻ 10:20 സ്ത്രീ വിരുദ്ധമാണ്, ഇതിങ്ങനെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്ന് ഇടയ്ക്ക് വിവരിക്കുന്ന ഒരു വിമർശന രീതിയുണ്ടല്ലോ, അത് ഞങ്ങൾ യുക്തിവാദികളുടെ ജനാധിപത്യ അവകാശമാണ് എന്നതാണ് ഞാൻ വാദിച്ചത്. ഞങ്ങൾ ഡോക്കിൻസിനെ കുറിച്ച് പറയുമ്പോൾ വിശ്വനാഥൻ ഫൂലിയുടെ കൂട്ട് പറയുന്നു എന്നൊരാക്ഷേപം ഇടയ്ക്ക് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഡോക്കിൻസ് ബാധയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഫൂലിയെക്കുറിച്ച് പറഞ്ഞത് എന്നതിൻ്റെ കാരണം ഒരിക്കൽ കൂടി പറഞ്ഞുതരാൻ ശ്രമിക്കാം. ഈ ഖുർആൻ 5:10 ഇവിടെ ചേർന്ന് നിൽക്കുന്നതല്ല, ഖുർആൻ 10:20 സ്ത്രീ വിരുദ്ധമാണ് എന്ന നിലയിലുള്ള വിമർശനം ഫൂലിയെ നടത്തിയിട്ടുള്ള വിമർശനം തന്നെയാണ്. ആ കാര്യം എൻ്റെ ആദ്യത്തെ മറുപടിയിൽ ഞാൻ വിശദീകരിച്ചിരുന്നു. ഓർമ്മ പുതുക്കാനായിട്ട് ആ ഭാഗത്ത് ഉപയോഗിച്ച സ്ലൈഡ് ഞാനിവിടെ കാണിക്കാം. താൻ ജനിച്ചു വളർന്ന മതത്തെപ്പറ്റി ഫൂലെ നടത്തിയ അതേ തരം വിമർശനം താൻ ജനിച്ചു വളർന്ന മതത്തെപ്പറ്റി ജബ്ബാർ മാഷ് നടത്തുമ്പോൾ അത് ഡോക്കിൻസ് ബാധയാണ് എന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ടാണ് നിങ്ങൾ ഡോക്കിൻസിനെ കുറിച്ച് പറയുമ്പോൾ വിശ്വനാഥൻ ഫൂലെയുടെ കോട്ട് പറയുന്നത്. ഏതായാലും ജബ്ബാർ മാഷിനും കൂടി ബാധകമായ നിലയിൽ ഞാൻ പറഞ്ഞ 3 കാര്യങ്ങൾ ഞാൻ നേരത്തെ ലിസ്റ്റ് ചെയ്തല്ലോ, ആ 3 കാര്യങ്ങളും ഒരു എക്സ്ട്രാ ഓർഡിനറി ക്ലെയിമൊന്നുമല്ല. ആർക്ക് എതിർക്കാനും മാത്രമായിട്ട് ഒരു കാര്യവും അതിലില്ല. മാഷിനെയും എന്നെയും യുക്തിവാദത്തെ തന്നെയും എതിർക്കുന്നവർ പോലും എതിർക്കാൻ സാധ്യതയില്ലാത്ത വളരെ സാധാരണമായ ഒരു പൊതു പ്രസ്താവന മാത്രമാണിത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ജബ്ബാർ മാഷ് ഒരു മുസ്ലിം വിരുദ്ധനല്ല, പൊതുസമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് എന്ന കാര്യം റിഡക്റ്റീവിന് തന്നെ അറിയാം. അവർ സമ്മതിക്കുന്നൊരു കാര്യമാണിത്. ആ കാര്യം ഞാൻ കുറച്ച് കഴിഞ്ഞ് വിശദീകരിക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഒരു സമൂഹത്തിൻ്റെ നന്മക്കും പുരോഗതിക്കും വേണ്ടി ആത്മാർത്ഥമായി നിസ്വാർത്ഥമായി പ്രയത്നിക്കുന്നു എന്ന് നമുക്ക് ഉത്തമ ബോധ്യമുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകർ, അതേ സമൂഹത്തെപ്പറ്റി ഇൻസെൻസിറ്റീവ് എന്നോ മോശമെന്നോ ക്രൂരമെന്ന് തന്നെയോ പറയാവുന്ന ചില പരാമർശങ്ങൾ നടത്തിയതായി ആരെങ്കിലും എടുത്തു കാണിക്കുമ്പോൾ അതിനെ എങ്ങനെ സമീപിക്കാം എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം. അതിനെക്കുറിച്ചുള്ള എൻ്റെ ചില നിരീക്ഷണങ്ങൾ ഞാൻ പറയാം. സ്പെയർ ദ ഗാഡ് ഫ്ലൈസ് എന്നാണ് ഞാൻ ഈ ഭാഗത്തിന് കൊടുക്കുന്ന ശീർഷകം. ഗാഡ് ഫ്ലൈ എന്ന വാക്കിൻ്റെ അർത്ഥം നാൽക്കാലികളെ, കുതിരകൾ, കന്നുകാലികൾ ഇതിനൊക്കെ കുത്തുന്ന ഈച്ച എന്നാണ് ഗാഡ് ഫ്ലൈ എന്ന വാക്കിൻ്റെ അർത്ഥം. ജന്തുശാസ്ത്രപരമായി പറഞ്ഞാൽ ടെബാനിഡേ ഫാമിലിയിൽപ്പെടുന്ന ഈച്ചകളാണ്. നമ്മുടെ നാട്ടിലും ഇതിനെ കാണാം. കണ്ണൂർ ജില്ലയിൽ ഇതിനെ പോന്ത എന്നാണ് വിളിക്കുന്നത്. പോന്ത. വിക്കി നിഘണ്ടുവിൽ ഈ പോന്ത എന്ന വാക്കുള്ളത് കൊണ്ട് ഞാൻ ജനിച്ചു വളർന്ന ഗ്രാമത്തിൽ മാത്രം പ്രചാരമുള്ള ഒരു പേരല്ല അതെന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ ഈ ഗാഡ് ഫ്ലൈ എന്ന വാക്കിന് കാട്ടുകടന്നൽ എന്നൊരു അതിപ്രസിദ്ധമായ തർജ്ജമ മലയാളത്തിൽ ഇപ്പോഴത്തെ നിലവിലുണ്ട്. പക്ഷേ തീർത്തും തെറ്റായിട്ടുള്ളൊരു തർജ്ജമയാണത്. ഈ കടന്നലുകൾ വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു ജന്തുശാസ്ത്ര ഫാമിലിയിൽ പെടുന്നവരാണ്. വെസ്പിഡേ എന്ന് പറഞ്ഞ ഫാമിലിയിൽ പെടുന്നതാണ് കടന്നലുകൾ. കടന്നലുകൾക്ക് പോന്തകളുമായി ഉള്ളതിനേക്കാൾ അടുപ്പം ഉറുമ്പുകളോടാണ് ജന്തുശാസ്ത്രപരമായി നോക്കിയാൽ. ഏതായാലും പോന്ത എന്ന ഗ്രാമ്യഭാഷ തൽക്കാലം മലയാളത്തിൽ അത്ര പോപ്പുലർ അല്ലാത്തതിനാലും കാട്ടുകടന്നൽ എന്ന തർജ്ജമ തെറ്റായതിനാലും ഞാൻ തൽക്കാലം ഗാഡ് ഫ്ലൈ എന്ന വാക്ക് തന്നെയാണ് പ്രധാനമായും ഇവിടെ ഉപയോഗിക്കുന്നത്. ഇടയ്ക്ക് പോന്ത എന്ന് പറയുന്നുണ്ട്, ആ വാക്കൊന്ന് പരിചയപ്പെടട്ടെ എന്ന് വെച്ചിട്ട്. ഈ ഗാഡ് ഫ്ലൈ എന്ന രൂപകം കുറേയൊക്കെ പ്രസിദ്ധമായിട്ടുള്ള രൂപകമാണ്. വധശിക്ഷ നൽകണം എന്ന് വാദിക്കപ്പെട്ട കോടതിയുടെ മുന്നിൽ സോക്രട്ടീസ് പറഞ്ഞ വാക്കുകളായിട്ട് പ്ലേറ്റോ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് ആ രൂപകത്തെക്കുറിച്ചുള്ള പരാമർശം. ആ വാചകങ്ങൾ ഞാനിവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏകദേശം മലയാള തർജ്ജമ ഞാൻ വായിക്കാം. ഇതാണ് ആ തർജ്ജമ. ഏതൻസ് നിവാസികളെ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം ഞാൻ എനിക്ക് വേണ്ടിയാണ് ഇവിടെ വാദിക്കാൻ പോകുന്നത് എന്ന്. എന്നാലല്ല,
ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ്. എന്നെ ശിക്ഷിക്കുന്നത് വഴി നിങ്ങൾ ദൈവത്തോട് പാതകം ചെയ്തു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിന്ന് വാദിക്കാൻ പോകുന്നത്. എന്തെന്നാൽ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു ഉപഹാരമാണ് ഈ ഞാൻ. എന്നെ നിങ്ങൾ കൊന്നാൽ എനിക്കൊരു പിൻഗാമിയെ കണ്ടെത്താൻ നിങ്ങൾക്ക് എളുപ്പമാവില്ല. അല്പം പരിഹാസ്യമായ ഒരു ഭാഷാപ്രയോഗത്തിൽ പറയട്ടെ, ഈ നഗരരാജ്യം എന്ന കുലീനവും മഹത്തരവുമായ കുതിരക്ക് ദൈവം സമ്മാനിച്ച ഒരു ഗാഡ് ഫ്ലൈ ആണ് ഈ ഞാൻ. വലിയ ശരീരമുള്ളതിനാൽ ആ കുതിരയുടെ ചലനങ്ങൾ സ്വതവേ മന്ദഗതിയിലാണ്. അതുകൊണ്ട് തന്നെ അതിനെ സജീവതയിലേക്ക് ഉണർത്തിവിടേണ്ടതുണ്ട്. ആ കാര്യം ചെയ്യാനായി ഈ നഗരത്തിനുമേൽ ദൈവം വെച്ചിരിക്കുന്ന ആ പോന്ത ഞാനത്രേ. ഇവിടെ എല്ലായിടത്തും എല്ലാ സമയവും ഞാൻ നിങ്ങൾക്ക് പിറകെ കൂടി നിങ്ങളെ പ്രകോപിപ്പിക്കുകയും ഉത്തേജിപ്പിക്കുകയും ശകാരിക്കുകയും ചെയ്യുന്നു. എന്നെപ്പോലെ മറ്റൊരാളെ കണ്ടെത്തുക നിങ്ങൾക്ക് വിഷമമായിരിക്കും. അതുകൊണ്ട് എന്നെ കൊല്ലാതെ വിടുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് നിങ്ങളെ ഉപദേശിക്കാനുള്ളത്. ഇതാണ് സോക്രട്ടീസ് പറയുന്നതായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവിടെയാണ് ഈ ഗാഡ് ഫ്ലൈ എന്ന രൂപകം വരുന്നത്. ഓരോ കാലത്തും താനടങ്ങുന്ന സമൂഹത്തിൻ്റെ പുരോഗതിക്കായി നിസ്വാർത്ഥ പ്രവർത്തനം നടത്തുന്ന മനുഷ്യർ പലപ്പോഴും ഈ ഗാഡ് ഫ്ലൈ പ്രവൃത്തി ചെയ്തിട്ടുള്ളവരാണ്. വാസ്തവത്തിൽ കുതിരയെ, അതായത് സമൂഹത്തെ വേദനിപ്പിക്കുകയാണ് ഗാഡ് ഫ്ലൈ ചെയ്യുന്നത്. പക്ഷേ സജീവതയിലേക്കും പുരോഗതിയിലേക്കും കുതിക്കാനുള്ള പ്രേരണയാണ് ആ വേദന. തങ്ങളെ കുത്തിവേദനിപ്പിക്കുന്ന പോന്തയെ തുരത്താനും കൊല്ലാനും ഒരു സമൂഹം ശ്രമിക്കുന്നത് വഴി പുരോഗതിയിലേക്കുള്ള പ്രയാണത്തിനു പകരം യാഥാസ്ഥിതികത്വത്തിൻ്റെ അലസനിദ്ര അത് തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ കാലത്തും എല്ലാ സമഗ്രാധിപത്യങ്ങളും ഗാഡ് ഫ്ലൈസിനെ കൊന്നുകളയുകയോ നാടുകടത്തുകയോ തടങ്കൽ പാളയങ്ങളിൽ അടക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. കമ്മ്യൂണിസം, ഫാസിസം തുടങ്ങിയ ആധുനിക സമഗ്രാധിപത്യങ്ങളെ 20-ാം നൂറ്റാണ്ടിൽ അനുഭവിച്ചിട്ടുള്ളവരുടെ നേരനുഭവമാണ് അക്കാര്യം. അതേസമയം ഈ ഗാഡ് ഫ്ലൈസിൻ്റെ കുത്തൽ സഹിക്കാൻ തയ്യാറായ സമൂഹങ്ങളിൽ ആ കുത്തൽ പലപ്പോഴും പുരോഗതിയുടെയും ഹ്യൂമൻ ഫ്ലറിഷിങ്ങിൻ്റെയും ഭാവി നേടിയെടുക്കാൻ ആ സമൂഹങ്ങളെ സഹായിച്ചിട്ടുണ്ട് എന്ന് കാണാം. 1920 നാരായണ ഗുരു എന്ന ഗാഡ് ഫ്ലൈ തെങ്ങ് ചെത്ത് തൊഴിലായി സ്വീകരിച്ച ആൾക്കാർക്ക് നൽകിയ ഒരു കുത്താണ് ഞാനിവിടെ കാണിച്ച ഈ വാചകം. ചെത്തുകാരൻ്റെ ദേഹം നാറും, തുണി നാറും, വീട് നാറും, അവൻ തൊട്ടതെല്ലാം നാറും. ആരാണ് പറയുന്നത്? 1916 തന്നെ നാം പ്രത്യേക ജാതിയിലോ മതത്തിലോ ഉൾപ്പെടുന്നില്ല എന്ന് പരസ്യമായി പ്രസ്താവിച്ച നാരായണ ഗുരു. അതുമാത്രമല്ല പറഞ്ഞത്, നാം ജാതിഭേദം വിട്ടിട്ട് ഇപ്പോൾ ഏതാനും സംവത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും ചില പ്രത്യേക വർഗക്കാർ നമ്മെ അവരുടെ വർഗത്തിൽപ്പെട്ടവരായി വിചാരിച്ചും പ്രവർത്തിച്ചും വരുന്നതായും അത് ഹേതുവാൽ നമ്മുടെ വാസ്തവത്തിന് വിരുദ്ധമായ ധാരണയ്ക്ക് ഇടവന്നിട്ടുണ്ടെന്നും അറിയുന്നു എന്നുകൂടി പറഞ്ഞ ശേഷമാണ് നാം പ്രത്യേക ജാതിയിലോ മതത്തിലോ ഉൾപ്പെടുന്നില്ല എന്ന് പറഞ്ഞത്. അങ്ങനെ താൻ ജനിച്ചു വളർന്ന സമുദായത്തിൽ നിന്ന് സ്വയം പുറത്തു വന്ന ആളാണ് പറഞ്ഞത്, ചെത്തുകാരൻ്റെ ദേഹം നാറും, തുണി നാറും, വീട് നാറും, അവൻ തൊട്ടതെല്ലാം നാറും. ആ കാലത്ത് ഈഴവ സമുദായത്തിലെ വലിയൊരു വിഭാഗത്തിൻ്റെ ജീവിതമാർഗമായിരുന്നു തൊഴിലിയത്തിൽ. എങ്കിലും ഈഴവ സമുദായം ആ ഗാഡ് ഫ്ലൈ സ്റ്റിങ്ങിനെ ഒരു പ്രചോദനമായാണ് സ്വീകരിച്ചത്. സമുദായത്തെ ഉപേക്ഷിച്ച ഈ സ്വാമി തങ്ങളെപ്പറ്റി നികൃഷ്ടമായൊരു വംശീയ പ്രസ്താവന നടത്തി എന്ന് പ്രതിഷേധിക്കുവാനോ അദ്ദേഹത്തിനെതിരെ ഉപരോധവും ബഹിഷ്കരണവും അക്രമവും നടത്താനോ ഒന്നും അവർ തുനിഞ്ഞില്ല. അതുപോലെ 1941 അംബേദ്കർ എന്ന മറ്റൊരു സോക്രാറ്റിക് ഗാഡ് ഫ്ലൈ മുസ്ലിങ്ങൾക്കിടയിലെ സോഷ്യൽ സ്റ്റാഗ്നേഷനെ കുറിച്ച് പറയുന്നതിനിടയിൽ ആ സമുദായത്തിനുമേൽ അനേകം വേദനാജനകമായ കുത്തുകൾ ഏൽപ്പിക്കുന്നുണ്ട്. These burqa women walking in the streets is one of the most hideous sights one can witness in India എന്നത് ആ തരം കുത്തലിൻ്റെ ഒരു ഉദാഹരണം മാത്രമാണ്. പക്ഷേ ഈ കുത്തുകളൊക്കെ കുത്തിയ ഗാഡ് ഫ്ലൈയെ മുസ്ലിങ്ങളോ അവരുടെ സംഘടനകളോ അക്കാലത്ത് ബഹിഷ്കരിക്കുകയോ ആക്രമിക്കുകയോ ഒന്നും ചെയ്തില്ല. 1946 കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിലേക്ക് ബംഗാളിൽ നിന്ന് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോടെയായിരുന്നു. ഇവിടെയാണ് സോക്രാറ്റിക് ഗാഡ് ഫ്ലൈസ് നേരിടുന്ന മറ്റൊരു പ്രശ്നം. ഏതൊരു സമൂഹത്തെയാണോ പ്രചോദിപ്പിക്കാനും പുരോഗമിപ്പിക്കാനും ഉദ്ദേശിച്ചുകൊണ്ട് എറൗസിങ് ആൻഡ് പെർസ്വേഡിങ് ആൻഡ് റിപ്രോച്ചിങ്, സോക്രട്ടീസിൻ്റെ ഭാഷയെ പറഞ്ഞാൽ അത് ചെയ്യുന്നത് അതേ സമൂഹത്തിൻ്റെ എതിരാളികൾ തൻ്റെ വിമർശനങ്ങളെ ഉയർത്തിക്കാട്ടി ആ സമുദായത്തെ അപഹസിക്കുകയും അവമതിക്കുകയും ചെയ്യാം എന്നതാണ് ആ പ്രശ്നം. ഇന്നത്തെ ഇന്ത്യയിൽ ഹിന്ദുത്വ പ്രത്യയശാസ്ത്ര പ്രചാരകർ അംബേദ്കറിൻ്റെ 1941 മുസ്ലിം സമുദായ വിമർശന വാക്യങ്ങൾ അവരുടെ മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കാനുള്ള ഉപാധിയായി ഉപയോഗിക്കുന്നുണ്ട്.
അവരാ കൂടി വായിക്കുന്ന പുസ്തകം അംബേദ്കറിൻ്റെ ഒരൊറ്റ പുസ്തകമേ ഉള്ളൂ, അത് ഈ പുസ്തകമാണ് കേട്ടോ. ഏതായാലും അടുത്ത കാലത്ത് ശ്രീജിത്ത് പണിക്കർ ഒരു സംവാദത്തിൽ ഈ സോക്രാറ്റിക് ഗാഡ്ഫ്ലൈ സ്റ്റിങ്സിനെ വളരെ തന്ത്രപൂർവ്വം മുസ്ലിം വിരുദ്ധതക്കുള്ള ഉപാധിയാക്കി മാറ്റുന്നത് നമ്മൾ കണ്ടു. കഴിഞ്ഞൊരു ദശാബ്ദമായി കേരളീയ പൊതുമണ്ഡലത്തിൽ ഹിന്ദുത്വ ശക്തികൾ പടർത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം വിരുദ്ധ വംശീയ പ്രചരണ തീയെ ഒന്നുകൂടി ആളിക്കത്തിക്കാനുള്ള എണ്ണയായി ശ്രീജിത്ത് പണിക്കരുടെ ആ മാർക്ക് ആൻ്റണി സ്റ്റൈൽ അംബേദ്കർ ചർച്ച ഉപയോഗിക്കപ്പെടുന്നതും നമ്മൾ കണ്ടു. സോക്രാറ്റിക് ഗാഡ്ഫ്ലൈ സ്റ്റിങ്സിനെ തങ്ങളുടെ ബ്രാഹ്മണിക് അധിനിവേശ തന്ത്രങ്ങൾക്ക് അനുഗുണമായി ദുരുപയോഗിക്കുന്ന കാര്യത്തിലെ മാസ്റ്റേഴ്സാണ് ഹിന്ദുത്വക്കാർ. അത് സമ്മതിക്കാതെ തരമില്ല. സമീപകാലത്ത് ഒരു പാർലമെൻ്ററി ഡിബേറ്റിൽ നിർമ്മലാ സീതാരാമൻ പെരിയാറിൻ്റെ വാക്കുകളെ ഈ തരത്തിൽ ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ വീഡിയോ പലരും കണ്ടിട്ടുണ്ടാവും. പെരിയാർ നമുക്കറിയാം തെക്കേ ഇന്ത്യയിൽ ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കുന്നതിനെതിരായിരുന്നു. തമിഴ് ഉയർത്തിപ്പിടിച്ചിരുന്നു. തമിഴ് ഭാഷയുടെ ലിപിയും വ്യാകരണവും പരിഷ്കരിച്ച ആളായിരുന്നു. ഇന്നും പൊതുവെ പെരിയാറിൻ്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന DMK അടക്കമുള്ള ദ്രാവിഡ പ്രസ്ഥാനങ്ങൾ തമിഴിനെ ഉയർത്തിപ്പിടിക്കുകയും ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെ പ്രതിരോധിക്കുകയും ചെയ്യുന്നുണ്ട്. 3000 കൊല്ലം പഴക്കമുള്ള ഭാഷയാണ് തമിഴ് എന്നാണ് പറയുന്നത്. ഈ ഭൂതകാല മഹിമയിലൊന്നും പുളകം കൊള്ളാത്ത, പുരോഗതിയിൽ വിശ്വസിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്ത ഒരു യുക്തിവാദിയായിരുന്നു പെരിയാർ എന്ന് നമുക്കറിയാം. മനുഷ്യരുടെ ജീവിതവും ലോകവീക്ഷണവും എന്ന പോലെ ഭാഷയും ആധുനികമാവണം എന്നായിരുന്നു പെരിയാറിൻ്റെ നിലപാട്. നിലവിലുള്ള തമിഴ് ഭാഷയുടെ അവസ്ഥയിൽ അദ്ദേഹത്തിന് അതൃപ്തി ഉണ്ടായിരുന്നു. ഒരു സോക്രാറ്റിക് ഗാഡ്ഫ്ലൈ ആയി തമിഴ് ഭാഷയെ അദ്ദേഹം പലവട്ടം കുത്തി നോവിപ്പിച്ചിട്ടുണ്ട്. തമിഴ് പ്രാകൃത ഭാഷയാണ്, കാട്ടുമീരാണ്ടി മൊഴി എന്ന് പറയുന്നുണ്ട്. തമിഴ് പഠിച്ചാൽ അതുകൊണ്ട് ഭിക്ഷയാചിക്കാൻ പോലും പ്രയോജനമില്ല എന്ന് പറയുന്നുണ്ട്. തമിഴ് പഠിത്താൽ പിച്ചൈ കൂടി കിടക്കാതെ എന്നാണ് പറയുന്നത്. ഈ ഗാഡ്ഫ്ലൈ സ്റ്റിങ്സിനെ തന്ത്രപൂർവ്വം ദുരുപയോഗിക്കുക എന്നതാണ് നിർമ്മലാ സീതാരാമൻ ചെയ്തത്. തമിഴ്നാട് ഗവൺമെൻറ് സ്കൂളുകളിൽ PM ശ്രീ പദ്ധതി നടപ്പാക്കാൻ വിസമ്മതിച്ചതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ചില പരാമർശങ്ങൾ നടത്തി. DMKയുടെ പ്രതിഷേധത്തെ തുടർന്ന് ആ പരാമർശങ്ങൾ പിൻവലിക്കേണ്ടി വരികയും ചെയ്തു. ഈ സന്ദർഭത്തിലാണ് നിർമ്മലാ സീതാരാമൻ ഈ പ്രസംഗം നടത്തിയത്. അവർ പറയുന്നത്, തമിഴ് എൻ്റെ മാതൃഭാഷയാണ്. പെരിയാർ എൻ്റെ മാതൃഭാഷയെക്കുറിച്ച് എഴുതി വായിക്കുമ്പോൾ ഞാൻ രോഷാകുലയാവുന്നു. ഇതെല്ലാം എഴുതിയ പെരിയാറിനെ തങ്ങളുടെ ആചാര്യനായി ഉയർത്തിക്കാട്ടുന്ന DMK വിദ്യാഭ്യാസ മന്ത്രിയുടെ പരാമർശങ്ങൾ പിൻവലിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഹിപ്പോക്രസിയാണ്. ഇതൊക്കെയാണ് നിർമ്മലാ സീതാരാമൻ വാദിച്ചത്. ശ്രീജിത്ത് പണിക്കർ അംബേദ്കറിൻ്റെ തോട്ട്സ് ഓൺ പാകിസ്ഥാനിലെ വരികൾ ഉദ്ധരിക്കുമ്പോഴും നിർമ്മലാ സീതാരാമൻ പെരിയാറിൻ്റെ വിടുതലൈ മാസികയിലെ പരാമർശങ്ങൾ ഉന്നയിക്കുമ്പോഴും അവരുടെ മനോവികാരം കൊച്ചാ, കിട്ടിപ്പോയി നിന്നെ എന്നുള്ളതാണ്, പിടിച്ചടാ നിന്നെ, അതാണ്. അതുകൊണ്ട് ഞാനിതിന് ഗോച്ചാഗുസ്തി എന്നൊരു പേരിടുന്നു. ഞാനിട്ട പേരാണ്. ഒരു സോക്രാറ്റിക് ഗാഡ്ഫ്ലൈയുടെ വാക്കുകളെ അയാളുടെ തന്നെ പ്രൊജക്റ്റിനെതിരെയുള്ള ഒരു ആയുധമാക്കി മാറ്റുക എന്നതാണ് ഈ ഗോച്ചാഗുസ്തിയിലൂടെ ചെയ്യുന്നത്. എന്താണ് ആയുധം? ആ ആയുധം ആൾക്കാരിൽ സൃഷ്ടിക്കപ്പെടുന്ന ഔട്ട്റേജ്, രോഷം, അതാണ്. വാട്ട് ദേ ഡു ഈസ് എ വെപ്പണൈസേഷൻ ഓഫ് ഔട്ട്റേജ്. These burqa women walking in the streets is one of the most hideous sights one can witness in India എന്ന വാചകം. അതല്ലെങ്കിൽ തമിഴ് പഠിത്താൽ പിച്ചൈ കൂടി കിടക്കാതെ എന്ന വാചകം. ഇത് കേൾവിക്കാരിൽ ഭൂരിപക്ഷത്തിനും, വിശേഷിച്ച് ഈ പരാമർശങ്ങൾക്ക് വിധേയരായ സമൂഹങ്ങളിൽപ്പെട്ടവരിലും ആ സമൂഹങ്ങളുടെ അനുഭവമുള്ളവരിലും ഔട്ട്റേജ് ഉണ്ടാക്കും, രോഷമുണ്ടാക്കും. ആ രോഷമുണ്ടാക്കുക എന്നതാണ് ഈ ഗോച്ചാഗുസ്തിക്കാരൻ്റെ ഉദ്ദേശം. ഈ ഔട്ട്റേജ് ഉപയോഗിച്ചുകൊണ്ടാണ് അയാളുടെ ലക്ഷ്യം നേടുന്നത്. ആ ലക്ഷ്യം ഒരു സാമൂഹ്യ പ്രവർത്തകനെ നിശബ്ദനാക്കുക എന്നതാവാം, ഒരു പ്രസ്ഥാനത്തെ ഡീലെജിറ്റിമൈസ് ചെയ്യുക എന്നതാവാം, അങ്ങനെ പലതുമാകാം. ഔട്ട്റേജ് എന്ന ആയുധം ഡിപ്ലോയ് ചെയ്യപ്പെട്ടാൽ പിന്നെ സകലരും അതിൽ നിന്ന് സ്വയം രക്ഷിക്കാനുള്ള പരക്കം പാച്ചിലായിപ്പോവും. ആ അന്താളിപ്പിൽ തൻ്റെ ആഖ്യാന യുദ്ധത്തിൽ മുന്നേറുകയും ചിലപ്പോൾ വിജയിക്കുകയും ചെയ്യാം എന്നതാണ് ഗോച്ചാഗുസ്തിക്കാരൻ്റെ തന്ത്രം. ഈ ഗോച്ചാഗുസ്തി തന്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ ഗാഡ്ഫ്ലൈ വാക്കുകൾ പ്രാഥമികമായും ആര് കേൾക്കാൻ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്, എന്നുദ്ദേശത്തോടെയാണ് പറഞ്ഞത് എന്ന കാര്യം ഈ ഗോച്ചാഗുസ്തിക്കാരൻ്റെ ആഖ്യാനത്തിൽ മറച്ചു പിടിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. തനിക്ക് സ്നേഹവും സാഹോദര്യവുമുള്ള ഒരു സമൂഹത്തോട് അവരുടെ നന്മയും പുരോഗതിയും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ പരുഷ വാക്കുകൾ പറയപ്പെടുന്നത് എന്നത് നമ്മൾ മറന്നുപോകുന്നു. ജനം TV പ്രേക്ഷകർക്ക് മുന്നിൽ വിദ്വേഷ വാക്കുകൾ വിളമ്പുന്ന രാഷ്ട്രീയ നിരീക്ഷകൻ്റെയോ
വിദ്വേഷ പ്രഭാഷകൻ്റെയോ വാചകങ്ങളുമായി അംബേദ്കറിൻ്റെ വാക്കുകൾ സാമ്യപ്പെട്ടു പോകുന്നു എന്ന തോന്നലുണ്ടാക്കുന്ന വിധമാണ് ആ വാക്യങ്ങൾ ഫ്രെയിം ചെയ്യപ്പെടുന്നത്. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, സോക്രാറ്റിക് ഗാഡ് ഫ്ലൈസ് എന്നത് ചരിത്രത്തിൽ മാത്രം നമ്മൾ കാണുന്ന അപൂർവ ജീവികളല്ല എന്നുള്ളതാണ്. സോക്രട്ടീസും അംബേദ്കറും പെരിയാറും മരിച്ചുപോയി. പക്ഷേ ഗാഡ് ഫ്ലൈ കുലം തലമുറകളിലൂടെ തുടരുന്നു. ഓരോ കാലത്തും പാരമ്പര്യത്തിൻ്റെ ഉണക്കവൈക്കോലും തിന്ന് കിടന്നേടത്ത് കിടന്നുറങ്ങുന്ന ഓരോ മനുഷ്യ സമൂഹത്തെയും ഉണർച്ചയിലേക്കും ലക്ഷ്യങ്ങൾക്കായുള്ള കുതിപ്പിലേക്കും പുരോഗതിയിലേക്കും ത്വരിപ്പിക്കാനായി ഈ പോന്തകൾ അവരുടെ പണി തുടർന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. സമൂഹമെന്ന കുതിരയുടെ വാൽ ചുഴറ്റിയുള്ള അടികളും കാലുയർത്തിയും തൊലി ചുളിച്ചും ഒക്കെയുള്ള കുതിറിത്തെറിപ്പിക്കലും ഒക്കെ അതിജീവിച്ച് ഇപ്പോഴും അവർ തങ്ങളുടെ ഗാഡ് ഫ്ലൈ ധർമ്മം നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. യാഥാസ്ഥിതികർ സോക്രാറ്റിക് ഗാഡ് ഫ്ലൈസിനെ വെറുക്കുകയും എതിർക്കുകയും ചെയ്യുന്നുണ്ട്. അത് സ്വാഭാവികമാണ്. പക്ഷേ പുരോഗതിക്കായി പ്രയത്നിക്കുന്നവർ, ആധുനികവും പാരമ്പര്യാനന്തരവുമായ ഒരു സമൂഹത്തിനായി ആഗ്രഹിക്കുന്നവർ ഈ പോന്തകളുടെ പ്രാധാന്യം തിരിച്ചറിയേണ്ടതുണ്ട്. അവരെ വിലമതിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അവരുടെ അധിക്ഷേപ വാക്കുകളെയും വെറുപ്പിൻ്റെ വ്യാപാരികളുടെ അധിക്ഷേപ വാക്കുകളെയും ഒരേ അളവുകോൽ വെച്ച് അളക്കുകയും വിധിക്കുകയും ചെയ്യരുത് എന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഡിഡക്റ്റീവോ അവരുടെ മറുപടികൾ എടുത്തു കാണിച്ചിട്ടുള്ള വീഡിയോകളിൽ ജബ്ബാർ മാഷ് പറയുന്ന വാചകങ്ങളെ ഡിഫെൻഡ് ചെയ്യാനുള്ള ബാധ്യത എനിക്കില്ല. അതിന് ഞാൻ തയ്യാറുമല്ല. ആ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇപ്പോഴും ഞാൻ ശ്രമിക്കുന്നത് ആ സ്പെസിഫിക്കായ വാചകങ്ങളെ ഡിഫെൻഡ് ചെയ്യാനല്ല. അരനൂറ്റാണ്ടായി ജബ്ബാർ മാഷ് ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നടത്തി മാറ്റി സിമിലർ സൗണ്ടിങ് ആയ ഒരു വംശീയ അധിക്ഷേപവുമായി ആ വാചകങ്ങളെ താരതമ്യം ചെയ്ത് വിധി കൽപ്പിക്കുന്നത് അനീതിയാണ് എന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. My submission to the Honorable Court of Public Opinion is that A. Jabbar is a Socratic gadfly, licensed to sting. എങ്ങനെയാണ് ഇക്കാര്യം തെളിയിക്കുക? ഒരു വ്യക്തി സോക്രാറ്റിക് ഗാഡ്ഫ്ലൈ ആണ്, വിദ്വേഷ പ്രചാരകനല്ല എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? കഴിഞ്ഞ അരനൂറ്റാണ്ടിനിടയിൽ ഒരിക്കൽ പോലും ഇസ്ലാമിനെതിരെയുള്ള തൻ്റെ വിമർശനം സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ ലഭ്യമായ ഏറ്റവും എളുപ്പമുള്ള കുറുക്കുവഴി, അതായത് സംഘപരിവാറിൻ്റെ വേദികളും മാധ്യമങ്ങളും ഉപയോഗിക്കുക എന്നത് ജബ്ബാർ മാഷ് ചെയ്തിട്ടില്ല എന്നത് തുടങ്ങി അനേകം പോയിന്റുകൾ വെച്ച് മാഷിൻ്റെ ഗാഡ് ഫ്ലൈ സ്റ്റാറ്റസ് സ്ഥാപിക്കാൻ നമുക്ക് കഴിയും. പക്ഷെ അതിലേക്കൊന്നും പോവാതെ ഡിഡക്റ്റീവോ തന്നെ ജബ്ബാർ മാഷിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ മാത്രം തൽക്കാലം എൻ്റെ തെളിവായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ സമർപ്പിക്കാം. നേരത്തെ ഇക്കാര്യം ഞാനൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതാണ് ആ വീഡിയോ. ഇവിടുത്തെ പോയിന്റ്. നെക്സ്റ്റ് ഇൻ വാട്ട് വി ആർ നോട്ട് സെയിങ്, ജബ്ബാർ മാഷ് വയ്ക്കുന്ന എല്ലാ ക്രിറ്റിസിസവും ബാഡാണ്. നോ, അങ്ങനെ നമുക്ക് അതില്ല. ജബ്ബാർ മാഷ് വയ്ക്കുന്ന വാലിഡ് ക്രിറ്റിസിസംസ് ഉണ്ട്. ജബ്ബാർ മാഷ് ഇവിടെ നടത്തുന്ന വാലിഡ് ആയിട്ടുള്ള സോഷ്യൽ പ്രവർത്തനങ്ങളുമുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ കൂടി നടത്തുന്ന പല ക്രിറ്റിസിസംസും ഇസ്ലാമോഫോബിയയ്ക്ക് കാരണമാകുന്നുണ്ടെന്നാണ് നമ്മുടെ പോയിന്റ്. അത് ആ പുള്ളി ഇൻറ്റൻഷനലി ചെയ്യുന്നതെന്ന് നമുക്ക് വാദമില്ല. വി ഡോണ്ട് ബിലീവ് ദാറ്റ് ജബ്ബാർ മാഷ് ഈസ് എൻ ആൻറ്റി മുസ്ലിം ഗൈ, ബട്ട് സം ഓഫ് ദി നറേറ്റീവ്സ് ദാറ്റ് ഹീ ഈസ് യൂസിങ് ഈസ് ആക്ച്വലി ഹെൽപ്പിംഗ് ഇസ്ലാമോഫോബിയ. ഇസ്ലാമോഫോബിയയ്ക്ക് അനുകൂലവും അവർക്ക് സഹായമാവുന്ന ഒരു ഫ്രെയിമിലാണ് പല വിമർശനങ്ങൾ വരുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ മാതിരി ഹി ഓൾസോ ഡസ് ലോട്ട് ഓഫ് പോസിറ്റീവ് ക്രിറ്റിസിസം ആൻഡ് പോസിറ്റീവ് വേസ്. പക്ഷേ ഇതിനകത്ത് ഈ നെഗറ്റീവ് കാര്യങ്ങൾ കൂടി ഉള്ളതുകൊണ്ട് തന്നെ ഇത് നള്ളിഫൈ ആവുകയാണ്, നള്ളിഫൈ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രെയിംവർക്കിൽ നിന്ന് മാറേണ്ടതുണ്ട് എന്നതാണ് നമ്മൾ വെച്ച വിമർശനം. പുള്ളി അഡോൾഫ് ഹിറ്റ്ലർ ആണെന്ന്, പുള്ളി എല്ലാവരെയും കൊല്ലാൻ വേണ്ടി നടക്കുന്ന മനുഷ്യനാണെന്നുള്ള സംഭവമല്ല. ഹീസ് ജെന്യുവൻലി തിങ്കിങ് ദാറ്റ് ഹീ ഈസ് ട്രൈങ് ടു ചേഞ്ച് ദ സൊസൈറ്റി, ബട്ട് ലോട്ട് ഓഫ് ഹിസ് അസസ്മെൻറ്റ്സ് ഈസ് ഹെൽപ്പിംഗ് ദി റേസിസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന അസസ്മെൻറ്റുകളാണ് പുള്ളി പലപ്പോഴും ചെയ്യുന്നത്. ജബ്ബാർ മാഷിൻ്റെ വിമർശനങ്ങളും പ്രവർത്തനങ്ങളും പ്രസക്തമാണ്. ജബ്ബാർ മാഷ് ഒരു മുസ്ലിം വിരുദ്ധനല്ല. അതേസമയം അദ്ദേഹത്തിൻ്റെ ചില വിമർശനങ്ങൾ മുസ്ലിം വിരുദ്ധരെ സഹായിക്കുന്നു. അത് അദ്ദേഹം ബോധപൂർവം ചെയ്യുന്നതാണ് എന്ന അഭിപ്രായമില്ല. ജബ്ബാർ മാഷ് ധാരാളം പോസിറ്റീവ് വിമർശനങ്ങൾ നടത്തുന്നുണ്ട്. സാമൂഹ്യ പുരോഗതിക്കായിട്ടാണ് താൻ പ്രവർത്തിക്കുന്നത് എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സത്യസന്ധമായ സ്വയം വിലയിരുത്തൽ എന്നൊക്കെയുള്ള റിഡക്റ്റീവിൻ്റെ അഭിപ്രായം നമ്മളിവിടെ കേട്ടല്ലോ. These burqa women walking in the streets is one of the most hideous sights one can witness in India എന്നും മറ്റുമുള്ള വാക്യങ്ങളുടെ പേരിൽ അംബേദ്കറിനെ മുസ്ലിം വിരുദ്ധനായി അവതരിപ്പിക്കാൻ ശ്രീത്ത് പണിക്കരും മറ്റ് ഹിന്ദുത്വ ആശയപ്രചാരകരും ശ്രമിക്കുന്നത് അവരുടേതായിട്ടുള്ള നിക്ഷിപ്ത താല്പര്യങ്ങൾ കൊണ്ടാണ് എന്നത് സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ്. ഇപ്പോൾ സ്വതന്ത്ര ചിന്തയുടെ ബസ്സിൽ നിന്ന് ഇറങ്ങിയവരാണെങ്കിലും
റിഡക്റ്റീവ് ഗ്രൂപ്പിനും അത് മനസ്സിലാവും എന്നതിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. അത്തരം രൂക്ഷമായ പദപ്രയോഗങ്ങളൊക്കെ സോക്രാറ്റിക് ഗാഡ് ഫ്ലേസ്റ്റിങ്സായി മനസ്സിലാക്കാൻ അവർക്ക് തീർച്ചയായും കഴിയും. പക്ഷേ ജബ്ബാർ മാഷിൻ്റെ കാര്യം വരുമ്പോൾ അവർ ശ്രീജിത്ത് പണിക്കർ ലോജിക്ക് തന്നെ പ്രയോഗിക്കുകയും ജബ്ബാർ മാഷിൻ്റെ രൂക്ഷ പ്രയോഗങ്ങളെ ഇസ്ലാമോഫോബിക്കായി അടയാളപ്പെടുത്തുകയും ചെയ്യുന്നു. ഇത് അവർ ബോധപൂർവം ചെയ്യുന്നതാണ് എന്ന് ഞാൻ പറയില്ല. കാരണം യഥാർത്ഥത്തിൽ ജബ്ബാർ മാഷിന് താൻ ജനിച്ചു വളർന്ന സമുദായത്തിൽപ്പെട്ട മനുഷ്യരോട് വംശീയ വിദ്വേഷം ഒന്നുമില്ല എന്ന് അവർക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. അംബേദ്കറിനോ നാരായണ ഗുരുവിനോ പെരിയാറിനോ നൽകുന്ന സോക്രാറ്റിക് ഇമ്മ്യൂണിറ്റി ജബ്ബാർ മാഷിനും ബാധകമാണ് എന്ന് ഒരു പക്ഷേ അവർ ചിന്തിക്കുന്നുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ സോക്രാറ്റിക് ഇമ്മ്യൂണിറ്റി എന്നത് ഈ ഡിപ്ലോമാറ്റിക് ഇമ്മ്യൂണിറ്റി എന്ന വാക്കിൻ്റെ ചുവട് പിടിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയൊരു വാക്കാണ് കേട്ടോ. സോക്രട്ടീസിന് കിട്ടാതെ പോയൊരു ഇളവാണത്. സോക്രാറ്റിക് ഗാഡ് ഫ്ലൈസിനെ ഒരു ശല്യമായി കണ്ട് വെടിവെച്ച് കൊല്ലുന്നതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ. ധബോൽക്കർ, പൻസാരെ, കൽബുർഗി, ഗൗരി ലങ്കേഷ് എന്നീ പേരുകൾ ഓർക്കുക. മതവിശ്വാസികളുടെയും പ്രത്യയശാസ്ത്ര വിശ്വാസികളുടെയും കണ്ണിൽ സോക്രാറ്റിക് ഗാഡ് ഫ്ലൈസ് സമൂഹത്തിന് ഡാമേജ് ഉണ്ടാക്കുന്ന സാമൂഹ്യദ്രോഹികൾ മാത്രമാണ്. അതുകൊണ്ട് ഞാനിത് പറയുന്നത് മതത്തിൻ്റെയോ പ്രത്യയശാസ്ത്രത്തിൻ്റെയോ കണ്ണടകളിലൂടെ അല്ലാതെ ലോകത്തെ കാണാൻ ധൈര്യപ്പെടുന്നവർ മാത്രമാണ്. സ്പെയർ ദ ഗാഡ് ഫ്ലൈസ്. ഇറ്റ്സ് എ മിസ്റ്റേക്ക് ടു ഇക്വേറ്റ് ദം വിത്ത് മർച്ചൻസ് ഓഫ് ഹെയ്റ്റ്. ഐ റെസ്റ്റ് മൈ കേസ്. ഈ വിഷയത്തിൽ തൽക്കാലം അത്രയേ പറയാനുള്ളൂ. ഡോക്കിൻസിൻ്റെ ബാധ എന്ന വീഡിയോയിൽ മുന്നോട്ട് വെച്ചത് 2 വാദങ്ങളാണ് എന്നാണ് റിഡക്റ്റീവ് പറയുന്നത്. ആ വീഡിയോ കാണിക്കാം. റെസ്പോൺസ് ഒന്ന് ബ്രീഫ് ചെയ്യുക. ഡോക്കിൻസിൻ്റെ ബാധയിൽ നമ്മൾ 2 ആർഗ്യുമെൻ്റ് ആയിരുന്നു വെച്ചിരുന്നത്. ഒന്ന്, ഇന്നത്തെ കറണ്ട് യുക്തിവാദ മൂവ്മെൻറ്റിന് ഡോക്കിൻസിൻ്റെ ബാധ ബാധിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ വാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ യുക്തിവാദ മൂവ്മെൻറ്റ് സാമൂഹിക മാറ്റം എന്നത് സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ ബന്ധങ്ങളിൽ നിന്ന് ഇൻഡിപെൻഡൻ്റായിട്ട് പഠിക്കാനും ഇൻഡിപെൻഡൻ്റായിട്ട് നടക്കും എന്നുമൊക്കെ കരുതുന്നു എന്നായിരുന്നു ഞങ്ങളുടെ വാദം. യുക്തിവാദ മൂവ്മെൻറ്റ് ഒന്ന്, ഇന്നത്തെ യുക്തിവാദ മൂവ്മെൻറ്റിന് ഡോക്കിൻസിൻ്റെ ബാധ ബാധിച്ചിട്ടുണ്ട്. ഇതിനോടുള്ള എൻ്റെ പ്രതികരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞാണ്. ചില പോയിന്റുകളൊന്ന് ആവർത്തിക്കാം. ഡോക്കിൻസിൻ്റെ ബാധ എന്ന പേരിൽ ആദ്യ വീഡിയോയിൽ റിഡക്റ്റീവ് ആവർത്തിച്ച് ചൂണ്ടിക്കാണിച്ചത് ഏതുതരം വിമർശന രീതിയാണ്, മതവിമർശന രീതിയാണ് എന്ന് ഞാൻ പലവട്ടം ആവർത്തിച്ചു കഴിഞ്ഞു. ഇത് ഡോക്കിൻസ് ബാധയാണ്. അതായത് എൻലൈറ്റൻമെൻറ്റ് സ്റ്റൈൽ ക്രിട്ടിക് ഓഫ് റിലീജിയസ് റീസണെയാണ് ഡോക്കിൻസ് ബാധ എന്ന പേരിൽ അത് അവതരിപ്പിക്കുന്നത്. ഇത് ഡോക്കിൻസ് ബാധയാണ് എന്ന റിഡക്റ്റീവിൻ്റെ വാദത്തോട് ഞാൻ 100% വിയോജിക്കുന്നു. മതപ്രമാണങ്ങൾ ആധുനിക ശാസ്ത്രാധിഷ്ഠിത ലോകബോധവുമായി യോജിക്കുന്നില്ല, ആധുനിക ധാർമ്മിക ബോധവുമായി പൊരുത്തപ്പെടുന്നില്ല. ഇതൊക്കെ കാലഹരണപ്പെട്ടതാണ്, വലിച്ചെറിയണം എന്ന് വിളിച്ചു പറയുക എന്നത് എൻലൈറ്റൻമെൻറ്റ് സ്റ്റൈൽ ക്രിട്ടിക് ഓഫ് റിലീജിയസ് റീസണിൻ്റെ ഭാഗമാണ്. ജ്ഞാനോദയ യൂറോപ്പിൽ തുടങ്ങി ഇന്ത്യയിൽ ഫുലെ, അംബേദ്കർ, പെരിയാർ, അയ്യപ്പൻ മുതലായിട്ടുള്ള പൂർവ്വകാല സ്വതന്ത്ര ചിന്തർ വരെയും ചെയ്തു പോന്നിട്ടുള്ള കാര്യമാണിത്. ഇന്നും യുക്തിവാദികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. ഇത് ഉദാഹരണങ്ങൾ സഹിതം ഞാൻ വിശദമായി നേരത്തെ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഇതേ വിഷയത്തിൻ്റെ ഒരു വിപുലീകരണം എന്ന നിലയിൽ ജബ്ബാർ മാഷിൻ്റെ ചില വീഡിയോകൾ, തുടർ വീഡിയോകൾ റിഡക്റ്റീവ് കാണിക്കുകയും അതിനെതിരെ ചില വിമർശനങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. ആ കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമതായി റിഡക്റ്റീവ് ഉന്നയിച്ച രണ്ടാമത്തെ വാദം ഇതായിരുന്നു. ഇന്നത്തെ വാചകം ഞാൻ കോട്ട് ചെയ്യാൻ ഒന്നുകൂടി. ഇന്നത്തെ യുക്തിവാദ മൂവ്മെൻറ്റ് സാമൂഹ്യ മാറ്റം എന്നത് സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ ബന്ധങ്ങളിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നടക്കുമെന്ന് കരുതുന്നു. അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പഠിക്കാൻ കഴിയും എന്ന് കരുതുന്നു. ഇതാണ് വാദം. ഇന്നിപ്പോൾ ഈ വാദത്തെ വളരെ വിശദമായി അഡ്രസ്സ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ചുരുക്കത്തിൽ ചില കാര്യങ്ങൾ പറയാൻ വിചാരിക്കുന്നു. ആദ്യമേ പറയട്ടെ, ഇങ്ങനെ ഒരു വാദം യുക്തിവാദികൾ പറയാറില്ല എന്നാണ് എൻ്റെ ധാരണ. ഏതായാലും ഈ പറഞ്ഞ രീതിയിൽ സാമൂഹ്യ മാറ്റങ്ങൾ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ ബന്ധങ്ങളിൽ നിന്നും ഇൻഡിപെൻഡൻ്റായി നടക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയോ വാദിക്കുകയോ ചെയ്യുന്നില്ല. സത്യത്തിൽ ആ രീതിയിൽ വാദിക്കുന്ന ആരെയും എനിക്കറിയില്ല. യഥാർത്ഥത്തിൽ ഈ ഒരു ആരോപണം സ്വയം വിശ്വസിച്ച് തന്നെയാണോ റിഡക്റ്റീവ് പറയുന്നത് എന്നുപോലും എനിക്ക് സംശയമുണ്ട്. താൻ പ്രവർത്തിച്ച പാർട്ടിയിൽ നിന്ന് പുറത്തിറങ്ങി മറ്റൊന്നിൽ ചേരുന്ന ചില രാഷ്ട്രീയ നേതാക്കന്മാർ മറ്റ് ചില കാരണങ്ങൾ കൊണ്ടുണ്ടായ തൻ്റെ പാർട്ടി മാറ്റത്തിന് വലിയ ചില താത്വിക ന്യായീകരണങ്ങളൊക്കെ പറയും. വെറുതെ പറയുന്നതാണ്, ഒരു ചടങ്ങിന് പറയാം, അത്രയേ ഉള്ളൂ. ന്യായമായി ആ നേതാവിന് വ്യക്തിക്ക് തോന്നുന്ന കാര്യങ്ങൾ കൊണ്ടാവും അയാൾ പാർട്ടി മാറിയിട്ടുണ്ടാവാം. അത് ന്യായമായിരിക്കാം. പക്ഷേ ഒരുപക്ഷെ അതൊക്കെ പരസ്യമായി പറഞ്ഞാൽ ആളുകൾ അതിന് വലിയ ഗൗരവം കൊടുത്തോളണമെന്നില്ല. അപ്പോൾ കുറച്ച് കട്ടിയായിട്ടുള്ള ഒരു താത്വിക വിശദീകരണം ഇറക്കേണ്ടി വരും.
അങ്ങനെ ഒരു ചടങ്ങ് ആരോപണമാണ് ഈ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ ബന്ധങ്ങളിൽ നിന്ന് സ്വതന്ത്രമായാണ് സാമൂഹ്യ പുരോഗതി ഉണ്ടാവുന്നത് എന്നാണ് യുക്തിവാദികളുടെ നിലപാട് എന്ന ആരോപണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ആരോപണം റിഡക്റ്റീവ് തന്നെ സ്വയം വിശ്വസിക്കുന്നുണ്ടോ എന്ന് സംശയമാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ കാര്യം വ്യക്തമാക്കാൻ അവരുടെ വീഡിയോ തന്നെയുള്ള ഒരു ചെറിയ ക്ലിപ്പ് ഞാൻ കാണിക്കാം. ലക്ഷ്യമാണ്. ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ സയൻസത്തെയും ഹിന്ദുത്വയും ജബ്ബാർ മാഷ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ തിരിച്ചറിയണം. സയൻസത്തെ ഇസ്രായേൽ എക്സിസ്റ്റ് ചെയ്യുന്ന ആ കൊളോണിയൽ റിലേഷൻഷിപ്പിന്റെ കോണ്ടെക്സ്റ്റിലാണ് ജബ്ബാർ മാഷ് മനസ്സിലാക്കുന്നത്. ഹിന്ദുത്വയെ ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഫാഷിസ്റ്റ് മൂവ്മെന്റ്, അതായത് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന പ്രബല അപ്പർ കാസ്റ്റ് വിഭാഗങ്ങളുടെ ഹെജമണി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്ന ഒരു പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ മൂവ്മെന്റ് ആണ് ഹിന്ദുത്വ എന്ന രീതിയിൽ ജബ്ബാർ മാഷിന് തിരിച്ചറിവുണ്ട്. ഈ രണ്ട് കാര്യങ്ങളെയും സമൂഹത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്ന സാമ്പത്തിക ബന്ധങ്ങൾ, ഇക്കണോമിക് റിലേഷൻഷിപ്പും രാഷ്ട്രീയ റിലേഷൻഷിപ്പും സാമൂഹ്യ റിലേഷൻഷിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് ജബ്ബാർ മാഷ് മനസ്സിലാക്കുന്നത് ഹിന്ദുത്വയും സയൻസത്തെയും. ഇസ്ലാമിന്റെ കാര്യത്തിൽ വരുമ്പോൾ അത് ബാധകമല്ല. അതാണ് എൻ്റെ പ്രശ്നം. എനിക്കുള്ള മറുപടിയുടെ ഒന്നാം ഭാഗത്തിൽ നിന്നാണ് ഈ ക്ലിപ്പ്. അതിൻ്റെ ആദ്യത്തെ ഭാഗം ഞാൻ ഒരിക്കൽ കൂടി വായിക്കാം. വീഡിയോ കണ്ടല്ലോ, അതിൻ്റെ ആദ്യത്തെ ഭാഗം ഞാൻ ഒരിക്കൽ കൂടി വായിക്കാം. സയനിസത്തെയും ഹിന്ദുത്വയെയും ജബ്ബാർ മാഷ് മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. സയനിസത്തെ ഇസ്രയേലിൽ എക്സിസ്റ്റ് ചെയ്യുന്ന കൊളോണിയൽ റിലേഷൻഷിപ്പിൻ്റെ കോണ്ടെക്സ്റ്റിലാണ് ജബ്ബാർ മാഷ് മനസ്സിലാക്കുന്നത്. ഹിന്ദുത്വയെ ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഫാസിസ്റ്റ് മൂവ്മെൻറ്റ്, അതായത് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന പ്രബല അപ്പർ കാസ്റ്റ് വിഭാഗങ്ങളുടെ ഹെജമണി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്ന ഒരു പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ മൂവ്മെൻ്റാണ് ഈ ഹിന്ദുത്വ എന്ന രീതിയിൽ ജബ്ബാർ മാഷിന് തിരിച്ചറിവുണ്ട്. ഈ രണ്ട് കാര്യങ്ങളെയും സമൂഹത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്ന സാമ്പത്തിക ബന്ധങ്ങൾ, എക്കണോമിക് റിലേഷൻഷിപ്പ്, രാഷ്ട്രീയ റിലേഷൻഷിപ്പ്, സാമൂഹ്യ റിലേഷൻഷിപ്പിൻ്റെയും അടിസ്ഥാനത്തിലാണ് ജബ്ബാർ മാഷ് മനസ്സിലാക്കുന്നത് ഹിന്ദുത്വയെയും സയോണിസത്തെയും. ഇസ്ലാമിൻ്റെ കാര്യം വരുമ്പോൾ അത് ബാധകമല്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. ഇതാണ് പറഞ്ഞത്. സാമൂഹ്യ രാഷ്ട്രീയ സാമ്പത്തിക ബന്ധങ്ങൾ എന്ന പദപ്രയോഗം റിഡക്റ്റീവ് അവരുടെ ഒറിജിനൽ വീഡിയോയിലും തുടർ വീഡിയോകളിലും പലവട്ടം ആവർത്തിക്കുന്ന ഒരു കാച്ച് ഫ്രേസാണ്. പക്ഷെ സമൂഹത്തിൽ അത് ഡോമിനൻ്റ് ആയി മാറുന്നില്ല. എന്താണ് കാരണം? അവിടെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇതാണ് സമൂഹത്തിലെ ചേഞ്ചസ് ഡ്രൈവ് ചെയ്യുന്നത്. അതാണ് ഞാൻ എൻ്റെ പ്രസൻറ്റേഷനോട് പറയാൻ നോക്കുന്നത്. മതഗ്രന്ഥങ്ങളിലുള്ള വൈറസിൽ നിന്ന് മുക്തമാവുകയല്ല അവിടെ ചെയ്യുന്നത്. സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ ബന്ധങ്ങൾ മാറുന്നു. കേട്ടല്ലോ, സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ ബന്ധങ്ങൾ ആണ് ഞാൻ പറഞ്ഞത്. സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ ബന്ധങ്ങൾ എന്താണ് ഈ പദപ്രയോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നതാണ് നമ്മൾ ഇതിനു മുമ്പ് കണ്ട വീഡിയോയിൽ അവർ നമ്മളോട് വിശദീകരിക്കുന്നത്. ജബ്ബാർ മാഷ് സയനിസത്തെയും ഹിന്ദുത്വയെയും മനസ്സിലാക്കുന്നത് സമൂഹത്തിൽ നിലനിൽക്കുന്ന സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്ന് റിഡക്റ്റീവ് തന്നെയാണ് പറയുന്നത്, ഞാൻ പറയുന്നതല്ല. ഇസ്ലാമിനെ മനസ്സിലാക്കുമ്പോൾ ഈ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ ജബ്ബാർ മാഷ് ശ്രമിക്കുന്നില്ല എന്നതാണ് റിഡക്റ്റീവിൻ്റെ ആരോപണം. ഓക്കെ, അപ്പോൾ ആ ഒരു വിഷയത്തിലല്ലേ പ്രശ്നമുള്ളൂ. ജബ്ബാർ മാഷ് ഇസ്ലാമിൻ്റെ കാര്യത്തിൽ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ ബന്ധങ്ങളുടെ ഫ്രെയിംവർക്ക് ഉപയോഗിക്കുന്നില്ല എന്നത് ശരിയാണെന്ന് തന്നെ വെക്കുക. എനിക്കങ്ങൊരു ആരോപണം ഇല്ല. പക്ഷേ റിഡക്റ്റീവിൻ്റെ ആരോപണം ഞാൻ വാദത്തിനായി സമ്മതിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ എന്താണ് അതിൽ നിന്ന് നമുക്ക് എത്താൻ പറ്റുന്ന നിഗമനം? ഒരു യുക്തിവാദി ഒരു വിഷയത്തിൽ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ ബന്ധങ്ങളെ പരിഗണിച്ചില്ല. അതല്ലേ അതിൽ നിന്ന് നമുക്കൊരു നിഗമനത്തിലെത്താൻ പറ്റുള്ളൂ. ജബ്ബാർ മാഷ് യുക്തിവാദി മണ്ഡലത്തിൻ്റെ കേരളത്തിലെ ഡിക്റ്റേറ്ററൊന്നുമല്ല. അദ്ദേഹം ഒരു പ്രധാന വ്യക്തിത്വം തന്നെയാണ്, അതിലൊന്നും തർക്കമില്ല. എങ്കിലും കേരളത്തിലെ മറ്റനേകം യുക്തിവാദികൾ ഒരു യുക്തിവാദി ആണ് ജബ്ബാർ മാഷ്. ഈ ഇസ്ലാം വിമർശനം എന്നത് യുക്തിവാദികൾ കൈകാര്യം ചെയ്യുന്ന ഏക വിഷയമൊന്നുമല്ല. അത് പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെ. എങ്കിലും മറ്റനേകം വിഷയങ്ങളിൽ ഒരെണ്ണം മാത്രമാണത്. ദി കറൻറ്റ് റാഷണലിസ്റ്റ് മൂവ്മെൻറ്റ് ഈസ് ട്രൈയിങ് ടു ലേൺ അബൌട്ട് സോഷ്യൽ ചേഞ്ച് ഇഗ്നോറിംഗ് ദ സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ റിലേഷൻഷിപ്പ് എന്ന് യുക്തിവാദ മൂവ്മെൻറ്റിനെ മൊത്തത്തിലെടുത്ത് ഒരു കുറ്റപത്രം സമർപ്പിക്കുകയാണ് റിഡക്റ്റീവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വരുമ്പോൾ എന്താണ്? ഇസ്ലാം വിമർശനം എന്ന വിഷയത്തിൽ മാത്രമാണ് ഈ ഇഗ്നോറിംഗ് ദ സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ റിലേഷൻഷിപ്സ് ഉള്ളതായിട്ട് അവരെടുത്തു കാണിച്ച എ ജബ്ബാർ എന്ന കേസ് സ്റ്റഡിയിൽ കാണുന്നത്. ആ കേസിൽ തന്നെ ഇസ്ലാം ഒഴിച്ചുള്ള വിഷയങ്ങളിൽ ഈ ഇഗ്നോറിംഗ് ദ സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ റിലേഷൻഷിപ്സ് ഇല്ല എന്നാണ് പറയുന്നത്. കേരളത്തിലെ യുക്തിവാദികളെല്ലാവരും
ഇസ്ലാം വിമർശനം നടത്തുമ്പോൾ സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ റിലേഷൻഷിപ്സിനെ അവഗണിക്കുന്നു എന്നായിരുന്നു റിഡക്റ്റീവ് ഉന്നയിച്ച വിമർശനമെങ്കിൽ പോലും അതിൽ പ്രസക്തമായ അല്ലെങ്കിൽ പരിശോധിക്കപ്പെടേണ്ട ഒരു പ്രശ്നമുണ്ട് എന്ന് കരുതാമായിരുന്നു. അങ്ങനെയുണ്ടോ എന്നൊരു വിമർശനാത്മകമായ പരിശോധനയ്ക്ക് ഒരു സാധുതയുണ്ട്. പക്ഷേ എന്താണ് റിഡക്റ്റീവ് ഉന്നയിച്ച ആരോപണം? ഈ മൂവ്മെൻറ്റ് മൊത്തത്തിൽ ഇഗ്നോറിങ് ദ സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ റിലേഷൻഷിപ്സ് ആണ് ചെയ്യുന്നത്, സകല വിഷയത്തിലും അതാണ് ചെയ്യുന്നതെന്നാണ് ആരോപണം. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു ആരോപണം സ്വയം വിശ്വസിച്ച് തന്നെയാണോ റിഡക്റ്റീവ് പറയുന്നത് എന്ന് പോലും എനിക്ക് സംശയമുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. ഇറങ്ങിപ്പോകുന്ന വഴിക്ക് യുക്തിവാദത്തിനിട്ട് ഒരു ചവിട്ട് കൊടുക്കാൻ തീരുമാനിച്ചു. അത് കുറച്ച് കനത്തിലായിക്കോട്ടെ എന്ന് വെച്ച് ഒന്ന് ചാടി ചവിട്ടിയതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. The current rationalist movement is trying to learn about social change, ignoring the socio-economic and political relationships എന്ന കുറ്റപത്രത്തിനെതിരെ ഒരു തെളിവായിട്ട് എൻ്റെ സ്വന്തം പ്രവർത്തനത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാൻ ദയവായി എന്നെ അനുവദിക്കുക. ഹിന്ദുത്വയെ ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഫാസിസ്റ്റ് മൂവ്മെൻറ്റ്, അതായത് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന പ്രബല അപ്പർ കാസ്റ്റ് വിഭാഗങ്ങളുടെ ഹെജമണി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുവന്ന ഒരു പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ മൂവ്മെൻറ്റ് ആയി മനസ്സിലാക്കുക എന്നതിനെക്കുറിച്ചിട്ട് റിഡക്റ്റീവ് പറയുന്നത് ഇപ്പോൾ നമ്മൾ കേട്ടല്ലോ നേരത്തെ. സമൂഹത്തിൽ നിലനിൽക്കുന്ന സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ ബന്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ സാമൂഹ്യ മാറ്റങ്ങളെ മനസ്സിലാക്കുന്നതിനുള്ളൊരു മാതൃകയായിട്ടാണ് റിഡക്റ്റീവ് ഇത് അവതരിപ്പിച്ചത്. ഇതാണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ ദിസ് ഈസ് എക്സാക്ട്ലി വാട്ട് ഐ ഹവ് ബീൻ ഓൾവേസ് ഡൂയിങ്. കഴിഞ്ഞ 6 വർഷങ്ങൾക്കിടയിൽ എൻ്റെ പ്രസംഗങ്ങളിൽ ഞാൻ ഏറ്റവും അധികം ആവർത്തിച്ചിട്ടുള്ള ചില വാചകങ്ങളിലൊന്ന് ഇതാണ്: ഹിന്ദു നാഷണലിസം ഇൻ ഇന്ത്യ ക്യാൻ ബി സീൻ ആസ് എ റിവോൾട്ട് ഓഫ് ദി അപ്പർ കാസ്റ്റ്സ് എഗെയിൻസ്റ്റ് ദ ഇഗാലിറ്റേറിയൻ ഡിമാൻഡ്സ് ഓഫ് ഡെമോക്രസി. ജീൻ ഡ്രസ്സേ എന്ന ഒരു സോഷ്യൽ സയൻറ്റിസ്റ്റ് 2020 എഴുതിയിട്ടുള്ള റിവോൾട്ട് ഓഫ് ദി അപ്പർ കാസ്റ്റ്സ് എന്ന ലേഖനത്തിൽ നിന്നാണ് ആ വാക്യഖണ്ഡം ഞാൻ എടുത്തിട്ടുള്ളത്. ജബ്ബാർ മാഷിൻ്റെ കാര്യത്തിൽ റിഡക്റ്റീവ് ശരിയായി നിരീക്ഷിച്ചതുപോലെ ഹിന്ദുത്വയെ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുകയും വിമർശിക്കുകയും ചെയ്യുക എന്നതാണ് ഞാനും ഇവിടെ ചെയ്യുന്നത്. ജീൻ ഡ്രസ്സയുടെ ലേഖനം വന്നത് 2020 അതിനൊക്കെ മുമ്പ് 2013 പൂർത്തിയാക്കാത്ത ഇന്ത്യൻ ജ്ഞാനോദയം എന്ന ഒരു പ്രസൻറ്റേഷൻ ഞാൻ ചെയ്തിരുന്നു. വളരെ കുറച്ച് ഉദാഹരണങ്ങളെ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ. വീഡിയോ യൂട്യൂബിലുണ്ട്. ആ വീഡിയോവിൻ്റെ ഡിസ്ക്രിപ്ഷനായിട്ട് അന്ന് ഞാൻ എഴുതിയ വാചകങ്ങൾ മാത്രം ഒന്ന് വായിക്കാം. പരമ്പരാഗത സമൂഹത്തിൽ നിന്നും പാരമ്പര്യാനന്തര സമൂഹത്തിലേക്ക് നമ്മെ പരിവർത്തിപ്പിക്കാൻ വഴി തുറന്ന ഇന്ത്യൻ ജ്ഞാനോദയത്തിൻ്റെ തുടക്കം ഇംഗ്ലീഷുകാരിലൂടെയായിരുന്നു. നാരായണ ഗുരുവിന് സന്യസിക്കാൻ ധൈര്യം നൽകിയത് ബ്രിട്ടീഷ് ഭരണമായിരുന്നു എന്ന് ഓർക്കുക. ഇന്ത്യൻ ജ്ഞാനോദയം അപൂർണമായി എന്നതാണ് നമ്മുടെ സമൂഹത്തിന് സംഭവിച്ച വലിയ തിരിച്ചടി. പാരമ്പര്യവാദികളോടൊപ്പം ആധുനികാനന്തരർ, നവമാർക്സിസ്റ്റുകൾ എന്നിവർ കൂടി അണിചേർന്നിരിക്കുന്ന ജ്ഞാനോദയ വിരുദ്ധ മുന്നേറ്റത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ ജ്ഞാനോദയ ബൗദ്ധിക പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കാൻ തങ്ങൾക്കുള്ള ബാധ്യത സ്വതന്ത്ര ചിന്തകർ തിരിച്ചറിയേണ്ടതുണ്ട്. സാമൂഹ്യ രാഷ്ട്രീയ പരിസ്ഥിതികളിൽ നിന്ന് അടർത്തി മാറ്റിയാണോ പ്രാഥമികമായും ഹിന്ദുത്വ ആശയക്കാരുടെ നേതൃത്വത്തിൽ അരങ്ങേറിയ ഇന്ത്യൻ കൗണ്ടർ എൻലൈറ്റ്മെൻറ്റിനെ ഈ പ്രസംഗത്തിൽ ഞാൻ വിലയിരുത്തിയത്? ഒരിക്കലുമല്ല. അതുപോലെ തന്നെ സാമുദായിക സംവരണത്തെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് ഞാൻ പലതവണ സംസാരിച്ചിട്ടുണ്ട്. ഒരൊറ്റ ഉദാഹരണം പറയാം. 2018 ജാതി പറയണോ എന്ന ഒരു പ്രസൻറ്റേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് യൂട്യൂബിൽ അവൈലബിളാണ്. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് യുക്തിരഹിതമായ വിശ്വാസങ്ങളെ ഖണ്ഡിക്കുക, യുക്തിയുക്തമായ അറിവിനെ പ്രചരിപ്പിക്കുക എന്ന യുക്തിവാദ പ്രവർത്തനമാണ്. അതിൻ്റെ ഭാഗമായി സംവരണം എന്നത് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത് പോലെ കോമ്പൻസേറ്ററി ജസ്റ്റിസിൻ്റെ വിഷയമല്ല, ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസിൻ്റെ വിഷയമാണ് എന്നൊരു വാദമാണ് ഞാൻ ജാതി പറയണോ എന്ന പ്രസംഗത്തിൽ അവതരിപ്പിച്ചത്. എൻ്റെ ധാരണ ശരിയാണെങ്കിൽ കേരളത്തിൽ ഈ ഒരു വാദം ഒരു പൊതുവേദിയിൽ ആദ്യമായി അവതരിപ്പിച്ചത് ഈ പ്രസംഗത്തിലാണ്. ഇവിടെ ഇത്തരത്തിൽ ഞാൻ യുക്തിവാദ പ്രവർത്തനം നടത്തുന്നത് റിഡക്റ്റീവ് ആരോപിക്കുന്നത് പോലെ ഇഗ്നോറിങ് ദ സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ റിലേഷൻഷിപ്സ്, സാമ്പത്തിക സാമൂഹ്യ രാഷ്ട്രീയ ബന്ധങ്ങളെ അവഗണിച്ചുകൊണ്ടാണോ? ഒരിക്കലുമല്ല. എൻ്റെ കാര്യം എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. സാമൂഹ്യ മാറ്റത്തിന്, സോഷ്യൽ ചേഞ്ചിന് വേണ്ടിയാണ് ഞാൻ യുക്തിവാദി പ്രവർത്തനം നടത്തുന്നത്. അത് സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ ബന്ധങ്ങളെ അവഗണിച്ചുകൊണ്ടല്ല, അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ്. ആദ്യം പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ. ഇന്നത്തെ നിലയിൽ മാർക്സിസ്റ്റ് പ്രത്യയശാസ്ത്ര പ്രചാരകരായ റിഡക്റ്റീവ് ഗ്രൂപ്പ് സുഹൃത്തുക്കളിൽ നിന്ന് എനിക്കെന്തെങ്കിലും അറിയാനോ അവരെ എനിക്കെന്തെങ്കിലും അറിയിക്കാനോ ഇല്ല. ഇതിനു മുമ്പ് ഞാൻ ചെയ്ത മറുപടി വീഡിയോകളെ പോലെ തന്നെ തീർത്തും അപക്വവും അബദ്ധപരവുമായിട്ടുള്ളൊരു വീഡിയോ എന്ന് ഈ വീഡിയോവിനെയും റിഡക്റ്റീവ് പുച്ഛിച്ച് തള്ളാൻ തന്നെയാണ് സാധ്യത. അതെനിക്കൊരു വിഷയമല്ല.
മാർക്സിസത്തിൻ്റെ വടി ഉപയോഗിച്ച് യുക്തിവാദത്തെ തല്ലിച്ചതക്കുക എന്ന റിഡക്റ്റീവ് ഗ്രൂപ്പിൻ്റെ നടപടിയെക്കുറിച്ച് സ്വതന്ത്ര ചിന്തകരോട് സംസാരിക്കേണ്ടതുണ്ട് എന്ന് തോന്നിയതുകൊണ്ടാണ് ഈ മറുപടി വീഡിയോകൾ ചെയ്യുന്നത്. ഈ സംസാരം ഇത്രയും നേരം ക്ഷമാപൂർവം കേട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.